ഇന്നത്തെ ഡിബേറ്റിൻ്റെ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. കൃപാവരങ്ങൾ എന്നുള്ള വിഷയമാണ് ഇന്ന് സംവാദത്തിന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സംവാദകരായി നമ്മുടെ നടുവിൽ രണ്ട് ദൈവദാസന്മാരുണ്ട്. ഒന്ന് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം, രണ്ട് സുവിശേഷകൻ രാജേഷ് കുമാർ കാട്ടാക്കട. ഇങ്ങനെ രണ്ട് ദൈവദാസന്മാരാണ് നമ്മുടെ നടുവിൽ ഉള്ളത്. രണ്ടുപേരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം രണ്ടുപേരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ പരസ്യം കൊടുത്തപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വായിക്കുവാനിടയായി തീർന്നു. സാധാരണ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായി ഏതെങ്കിലും ഒരു സഭ ഏതെങ്കിലും വ്യക്തികളെ നിയോഗിച്ച് അയക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒരു ഡിബേറ്റുകൾ നടന്നിട്ട് കാലങ്ങളായി. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ നടുവിലായിരിക്കപ്പെടുന്ന അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ പെന്തക്കോസ്തിലെ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഡിബേറ്റിൽ വന്നിരിക്കുന്ന രണ്ട് വ്യക്തികളും, പ്രത്യേകിച്ച് രാജേഷ് കുമാർ കാട്ടക്കട, അദ്ദേഹം ബ്രദറൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ദൈവദാസനാണ്. അപ്പം ഇവർ രണ്ടുപേരും ഏതെങ്കിലും സഭയുടെ കെയർ ഓഫിലാണോ എന്ന് ചോദിച്ചാൽ, നേരിട്ട് ചോദിച്ചാലല്ല, പക്ഷേ മറുഭാഗം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇവർ പറയുന്നത് ഒന്ന് പെന്തക്കോസ് ഉപദേശവും രണ്ട് ബ്രദറൻ സഭയുടെ ഉപദേശവും ആ രീതിയിൽ തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ പ്രതിനിധീകരിക്കുന്നത് പെന്തക്കോസ് സഭയെ തന്നെയാണ്. പ്രിയ രാജേഷ് കാട്ടാക്കട ബ്രദർ, അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ബ്രദറൻ സമൂഹത്തെ തന്നെയാണ്. ആ നിലയിൽ ഇന്നത്തെ ഈ സംവാദം എന്ന് പറയുന്നത് പെന്തക്കോസ് ബ്രദറൻ സംവാദം തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ അങ്ങനെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചത് ആരംഭിച്ചു. ആദ്യമേ വിഷയ അവതരണമാണ്. രണ്ടുപേർക്കും 20 മിനിറ്റ് വീതം അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള സമയമാണ് ആദ്യമേ ഉള്ളത്. ആദ്യം ആര് സംസാരിക്കണം എന്നുള്ള കാര്യം ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും കണ്ടില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, കുറിയിട്ടാണ് തീരുമാനിച്ചത്. ആദ്യം പ്രിയ സുവിശേഷകൻ രാജേഷ് കുമാർ കാട്ടക്കടയ്ക്കാണ് അവസരം. അതുകൊണ്ട് കൃപാവരങ്ങൾ എന്നുള്ള വിഷയം ആദ്യത്തെ 20 മിനിറ്റ് സംസാരിക്കുവാൻ ബ്രദർ രാജേഷ് കുമാർ കാട്ടക്കടയെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിൽ ആഗതരായിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ ഇങ്ങനെ സംഘടിപ്പിച്ചിരിക്കുന്ന സംവാദ പരമ്പരയിൽ പെന്തക്കോസ്ത് സമൂഹത്തെ പ്രതിനിധീകരിച്ച് കടന്നു വന്നിരിക്കുന്ന ബഹുമാനനായ ശ്രീ അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ അവർകൾക്കും, ഈ സംവാദത്തെ നിയന്ത്രിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പാസ്റ്റർ ലിനു കെ ജോൺ അവർകൾക്കും, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും, സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നേരത്തെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ കൃപാവരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ചർച്ച മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ മോഡറേറ്റർ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ അല്പം ഒരു തിരുത്തു വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ സ്ഥലം സഭ എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കമൻ്റ് ചെയ്ത കുട്ടമല ബ്രദറൻ സഭയുടെ സമ്പൂർണമായ സഹകരണത്തിലാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ കടന്നു വന്ന സഹോദരന്മാരെല്ലാം ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളാണ്. ഞങ്ങളുടെ സഭാ സംവിധാനം അനുസരിച്ച് ഞങ്ങളുടെയൊക്കെ സഭയ്ക്ക് ഒരു കേന്ദ്ര സ്ഥാനമില്ലാത്തത് കൊണ്ടും ഓരോ സ്ഥലസഭയും സ്വതന്ത്രമായതുകൊണ്ടും
ഓരോ സ്ഥലം സഭയ്ക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായി അവർ വിശ്വസിക്കുന്ന വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുവാനുള്ള ഒരടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുള്ളതുകൊണ്ടും ഞാൻ എൻ്റെ സഭയെ പ്രതിദാനം ചെയ്താണ് നിൽക്കുന്നത്. കുട്ടമല ബ്രദറൻ സഭ. ഒരു ബോർഡ് വളരെ വിശാലാർത്ഥത്തിൽ ചിന്തിച്ചാൽ ബ്രദറൻ സഭ എന്ന് പറയാം. എങ്കിലും ഞങ്ങളുടെ സഭാ സിസ്റ്റത്തെക്കുറിച്ച് ഞാനൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, കൃപാവരങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ പഠിപ്പിക്കലുകളാണ് ലോകത്തിൽ നിലനിൽക്കുന്നത്. ഏത് പഠിപ്പിക്കലും ശരിയാണോ തെറ്റാണോ എന്ന് നാം മാറ്റുരച്ച് നോക്കേണ്ടത് നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട് കിട്ടിയിരിക്കുന്ന പുതിയ നിയമ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ്. മാനുഷികമായ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അന്തിമമായിട്ട് ബൈബിളിലെ സത്യങ്ങൾ അരക്കിട്ടുറപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവനിശ്വസ്തമായി ദൈവം നമുക്ക് എഴുതി തന്നിരിക്കുന്ന വിശുദ്ധ ലിഖിതങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മാനുഷികമായ അഭിപ്രായങ്ങൾക്കോ മാനുഷികമായ ചിന്തകൾക്കോ ഇവിടെ പ്രാധാന്യമില്ല. ഇതിൻ്റെ ആധികാരികത നിർണ്ണയിക്കുന്നത് ബൈബിൾ മാത്രമാണ്. ആയതിനാൽ ഞാൻ ഈ സംവാദത്തിൽ വളരെ സന്തുഷ്ടനാണ്. കാരണം ഞാൻ പറയുന്ന കാര്യം വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണോ എന്ന് വിചിന്തനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ആഗതനായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തോടുകൂടെ ഒരു യുഗത്തിൻ്റെ ആരംഭം ആരംഭിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു എങ്കിൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ഒരു പുതിയ യുഗത്തിന് നാന്ദി കുറിച്ചുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ആഗമനം എന്ന് പറയുന്നത്. ആ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. ആ പാറ എന്തെന്ന് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവം പണിതിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള ആലയമാണ് ദൈവത്തിൻ്റെ സഭ എന്നറിയപ്പെടുന്നത്. സഭ കെട്ടിടം, തോട്ടം, ശരീരം എന്ന വിവിധ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നിൽ വിശ്വസിച്ച ശിഷ്യന്മാരെ അടുക്കൽ ചേർത്തിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അധികാരം നൽകുകയാണ്. ആ അധികാരം നൽകുക കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ സകല ജാതികളുടെ അടുക്കൽ പോയി സുവിശേഷം പ്രസംഗിക്കണം. പ്രസംഗിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ചില അധികാരങ്ങൾ തരുന്നുണ്ട്. മരണകരമായ ഏതൊന്ന് കുടിച്ചാലും നിങ്ങൾക്ക് മരണം സംഭവിക്കുകയില്ല. നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കും, വീര്യപ്രവർത്തികൾ ചെയ്യും. ഇത് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ കാണുന്നതാണ്. നമുക്ക് കൃത്യമായി പറഞ്ഞാൽ യേശുക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ആഗമനത്തോടുകൂടി സ്ഥാപിക്കുന്നതിന് മുമ്പായി ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ് അത് എന്ന് കാണുവാനായിട്ട് കഴിയും. ആ വാഗ്ദത്തം കൊടുക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. പിന്നീടുള്ള പ്രതിവാദത്തിൽ ഞാനത് വിശദീകരിക്കുന്നതാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ ശേഷം മടങ്ങി വന്ന ശിഷ്യന്മാർ യെരുശലേമിലേക്ക് കർത്താവ് പറഞ്ഞതുപോലെ കാത്തിരുന്നു. വാഗ്ദത്തത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനാൽ കാത്തിരുന്നു. കാരണം യേശുക്രിസ്തു അവരെ ഭരമേൽപ്പിച്ച ദൗത്യം മാനുഷികമായ കഴിവുകൊണ്ട് ചെയ്തു തീർക്കുവാൻ കഴിയുന്നതല്ല, ദൈവിക പ്രവൃത്തിയാണ്. അതിന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അനിവാര്യമായതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുമ്പോൾ മാത്രമാണ് ലോകത്തിലെല്ലായിടത്തും നിങ്ങൾക്ക് എൻ്റെ സാക്ഷികളായി തീരുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവരവിടെ കൂടിയിരിക്കുന്നു. 2-ാം അധ്യായം പെന്തക്കോസ്ത് പെരുന്നാളായപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവായ ദൈവം ആഗതനാകുകയും 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് സ്നാനത്താൽ സഭ എന്ന് പറയുന്ന സംവിധാനം സംജാതമാകുകയും ചെയ്തു. ആ സഭയ്ക്ക് ദൈവം കൊടുത്ത കൃപാവരങ്ങളെ കുറിച്ച് നമുക്ക് ലേഖനങ്ങളിൽ കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം കഴിയുമ്പോൾ അടുത്തു വരുന്നത് റോമാലേഖനമാണ്. റോമാലേഖനത്തിൻ്റെ
സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD 50 മുതൽ 55 വരെയുള്ള കാലഘട്ടമാണ്. അതിന് സമാന്തരമായി പോകുന്ന കാലക്കണക്കാണ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പറയുന്നതും. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനവും 50-55 കാലഘട്ടമാണ്. ഏകദേശം 60 കഴിയുമ്പോഴാണ് എഫെസ്യ ലേഖനം വരുന്നത് കാണുവാൻ കഴിയും. കൃത്യമായി പറഞ്ഞാൽ റോമർക്ക് എഴുതിയ ലേഖനമാണോ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണോ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം എഴുതിയെന്ന് ആർക്കും തിട്ടപ്പെടുത്തുവാൻ കഴിയുകയില്ല. കാരണം വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണുള്ളത്. പ്രസിദ്ധ എഴുത്തുകാരൻ റിച്ചിയോർത്തി പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതിയതിനു ശേഷമാണ് റോമാലേഖനം എഴുതിയെന്ന്. അതേ സമയത്ത് മറ്റൊരു ദൈവദാസനായിരിക്കുന്ന വ്യക്തി പറഞ്ഞിരിക്കുന്നത് അത് 50-നും 55-നും ഇടയിലാണ്. ഏകീകൃതമായ കണക്കില്ല. നമുക്ക് ബൈബിളിൻ്റെ ക്രമമനുസരിച്ച് പരിശോധിച്ചാൽ റോമാലേഖനം 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കൃപാവരങ്ങളിൽ ചിലത് കൊരിന്ത്യ ലേഖനത്തിലുണ്ടെങ്കിലും കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ചില കൃപാവരങ്ങൾ റോമാലേഖനത്തിൽ കാണുവാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ഞാൻ അത് പരിശോധിച്ചാൽ കാണുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ സഭയ്ക്ക് ദൈവം നൽകിയ ആത്മീക വരങ്ങളെക്കുറിച്ച് സുദീർഘമായിട്ട് തന്നെ പൗലോസ് പ്രസ്താവിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ പുരോഗമിക്കുമ്പോൾ എഫെസ്യ ലേഖനത്തിലേക്ക് പോകുമ്പോൾ 4-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കൃപാവരങ്ങളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ സഭയ്ക്ക് അനേകമായ ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെക്കുറിച്ച് കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിൽ വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഈ 3 ലേഖനങ്ങളിൽ വളരെ വിശദമായി കിടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ് കൃപാവരം എന്ന് പറയുന്നത്. ഈ കൃപാവരങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത, ത്രിയേക ദൈവത്തിൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നതാണ് കൃപാവരങ്ങൾ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് ഉദ്ധിതനായ യേശുക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക്, മണവാട്ടിയാകുന്ന സഭയ്ക്ക് നൽകിയ ദാനങ്ങളാണ് കൃപാവരങ്ങൾ. അനേക ദാനങ്ങളുടെ കൂട്ടത്തിൽ ആത്മീക വർധനവിന് വേണ്ടി നൽകിയിരിക്കുന്ന ദാനങ്ങളാണ് കൃപാവരങ്ങൾ എന്ന് കാണുവാൻ കഴിയും. 4-ാം അധ്യായത്തിൻ്റെ 11-ന്റെ താഴോട്ട് വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിലെത്തുവാൻ വേണ്ടി കൃപാവരങ്ങൾ നൽകിയിരിക്കുന്നു എന്ന ഉദ്ദേശത്തെ വളരെ വ്യക്തമായി അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ ആ കൃപാവരങ്ങളെക്കുറിച്ച് പൗലോസ് പറയാനുള്ള കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചില സംഗതികൾ എന്നോട് എഴുതി ചോദിച്ചു, അതിന് മറുപടിയായിട്ടാണ് 7 മുതലുള്ള അധ്യായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊരിന്ത് സഭയുടെ പശ്ചാത്തലം പഠിക്കുമ്പോൾ മാത്രമാണ് എന്തിനാണ് പൗലോസ് ഇത്ര സുദീർഘമായിട്ട് കൃപാവരങ്ങളെക്കുറിച്ച് പറയേണ്ടതായിട്ട് വന്നു എന്ന്. കൃപാവരങ്ങൾ സമ്പുഷ്ടമായ സഭയാണെങ്കിലും ആത്മീകമായ മെച്യൂരിറ്റി ഇല്ലാത്ത സഭയായിരുന്നു കൊരിന്ത് സഭ എന്ന് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ആത്മീകമായ മെച്യൂരിറ്റി സഭയ്ക്കില്ലെന്ന് പറയാനുള്ള കാര്യം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ ആത്മീകന്മാരെന്ന പോലെ സംസാരിക്കുവാൻ കഴിയില്ല, ജഡീകന്മാരെന്ന നിലയിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുള്ളൂ. കൃപാവരങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ആത്മീയമായ പക്വത വരാത്ത ജഡീക അവസ്ഥയിൽ തുടരുന്ന ഒരു സഭയ്ക്കാണ് പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതുന്നത്. 5-ാം അധ്യായത്തിൽ വയ്ക്കുമ്പോൾ പൗലോസ് പറയുന്നു, ജാതികളുടെ ഇടയിൽ ഇല്ലാത്ത ഒരു ദുർനടപ്പ് നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൻ്റെ ഭാര്യയെ വച്ചുകൊണ്ടിരിക്കുന്നവൻ നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ്റെ പാപത്തെ നിങ്ങൾ ക്ഷമിച്ച് അവന് നിങ്ങൾക്ക് സഭയിൽ കൂട്ടായ്മ കൊടുക്കുന്നു. അവനെ അകറ്റി നിർത്തുവാൻ കഴിയുകയില്ല. ആത്മീയമായ കൃപാവരമുണ്ടെങ്കിലും പാപത്തെ പാപമായി കണ്ട് മാറ്റി നിർത്തി സഭയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കൊരിന്ത് സഭയ്ക്ക് കഴിഞ്ഞില്ല എന്ന് പൗലോസ് 5:1 പറയുന്നു. വീണ്ടും നമ്മൾ കാണുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ സഭ പണിതിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെ ത്യജിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടായി. അതുകൊണ്ട് പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ദുരുപദേശം കടന്നു വന്ന സഭയാണ് കൊരിന്ത് സഭ എന്ന് പറഞ്ഞാൽ. കൃപാവരങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആത്മീകമായ മൂല്യച്യുതി സംഭവിച്ച സഭ, കർത്താവായ യേശുക്രിസ്തു വിഭാവന ചെയ്ത ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക നിലവാരത്തിലേക്ക് വരാത്ത സഭയാണ്. അതുകൊണ്ട് കൃപാവരങ്ങൾ ഉള്ളതുകൊണ്ട് ആത്മീക നിലവാരം വരുമെന്നുള്ള ധാരണ തെറ്റാകുന്നു എന്ന് പൗലോസ് പറയുകയാണ്. കൃപാവരങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെ ആത്മീകമായ ഗുണങ്ങൾ ആ സഭയിൽ പരിപോഷിക്കപ്പെട്ടില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. പിന്നെയും ഈ സഭയുടെ ആത്മീക മൂല്യച്യുതിയിലേക്ക് വരുമ്പോൾ കാണുന്നത്
കാണുന്നത് അവിടെ പക്ഷപാതമുണ്ടായിരുന്നു. പൗലോസിൻ്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ. വീണ്ടും വരുമ്പോൾ നാം കാണുന്നത് അവർ സ്വയസ്നേഹികളായിരുന്നു, സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ ഇമ്മൊറാലിറ്റി, ഇതെല്ലാം ഈ സഭയുടെ ആത്മീക പശ്ചാത്തലത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നത്. 7-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾ എന്നോട് എഴുതി ചോദിച്ചിരുന്നു, അതിന് ഞാൻ മറുപടി എഴുതാൻ പോവുകയാണ്. ഓരോ കാര്യങ്ങൾ പൗലോസ് എഴുതി വരുമ്പോൾ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ച് പറയുകയാണ്. അല്ലയോ സഹോദരന്മാരെ, ആത്മീക വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ആത്മീക വരങ്ങൾ ഉണ്ടെങ്കിലും ആത്മീക വരങ്ങളെക്കുറിച്ച് ശരിയായൊരു ധാരണ നിങ്ങൾക്കില്ല. അതുകൊണ്ട് ശരിയായ ധാരണ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ വേണ്ടിയാണ് ഞാൻ കൃപാവരങ്ങളെക്കുറിച്ച് എഴുതുന്നത്. എന്നിട്ട് എൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവില്ലാത്ത ഒരാൾക്ക് കഴിയില്ല എന്ന് 12-ാം അധ്യായം താഴോട്ട് പൗലോസ് വിശദീകരിക്കുന്നു. വീണ്ടും പറയുന്നത്, കൃപാവരങ്ങൾ ത്രിയേക ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്നതാണ്. ദൈവം ഒരാൾക്ക് ഒരു സഭയ്ക്ക് കൃപാവരം നൽകുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശ ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നു. അതിൻ്റെ 6 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ പൗലോസ് പറയുന്നത്, അത് ആത്മീക വർധനവിന് വേണ്ടി, പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ് കൃപാവരങ്ങൾ. കൃപാവരങ്ങൾ ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്നതല്ല, പൊതുവായ ആത്മീക പ്രയോജനത്തിന് വേണ്ടി എന്ന് പൗലോസ് അവിടെ വിശദീകരിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ആ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ അനേക കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാം, വീര്യപ്രവൃത്തികളുടെ വരം, വിശ്വാസത്തിൻ്റെ വരം, രോഗശാന്തിയുടെ വരം, വ്യത്യസ്തമായ വരങ്ങളെക്കുറിച്ച് വിശദമായിട്ട് വന്നിട്ട് 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത്, കൃപാവരങ്ങളെക്കാൾ ഉന്നതമായിരിക്കുന്ന ഒരു ആത്മീക മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ്. കൃപാവരത്തിൽ നിന്ന് പൗലോസ് തുടങ്ങിയിട്ട് നല്ലൊരു മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്ന് പറഞ്ഞാൽ, കൃപാവരങ്ങൾ ഉണ്ടായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീക നിലവാരത്തിലേക്ക് വന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന്. 13-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾക്കിതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്നേഹമില്ല എന്നാണ്. സ്നേഹം എന്ന് പറയുന്നത് ദൈവിക സ്വഭാവ, ദൈവ സ്നേഹം തന്നെ എന്നാണ്. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ എൻ്റെ ശിഷ്യന്മാരായി തീരുമെന്നാണ്. ആ അടിസ്ഥാനപരമായിട്ടുള്ള കൽപ്പനകൾ ലംഘിച്ചുകൊണ്ടാണ് കൊരിന്ത് സഭ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് കൃപാവരങ്ങൾക്ക് പ്രാധാന്യം നൽകി, കൃപാവരങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സഭയെ സംബന്ധിച്ച് അവർ ആത്മീകമായ വളർച്ച പ്രാപിക്കാത്ത ഒരു സഭയായിരുന്നു. അതുകൊണ്ട് കൃപാവരങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു വ്യക്തിയുടെ ആത്മീകത അളക്കുവാനുള്ള മാനദണ്ഡമല്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നതാണ്, അതിശ്രേഷ്ഠമായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവനാണ് യഥാർത്ഥ ആത്മീകനെന്ന് വിശദീകരിച്ചിട്ട് കൃപാവരങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നു. പ്രിയമുള്ളവരെ, അവിടെ കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, കൃപാവരങ്ങൾ, എല്ലാ കൃപാവരങ്ങളും നീങ്ങിപ്പോകുമെന്നോ നിന്നു പോകുമെന്നോ പൗലോസ് അവിടെ പറയുന്നില്ല. പ്രത്യേകിച്ച് പറയുന്നത് 3 കൃപാവരങ്ങളാണ്. ഭാഷാപരം അത് നീങ്ങിപ്പോകും, പ്രവചനവും ജ്ഞാനവും നിന്നു പോകുമെന്നാണ്. അവിടെ 2 പ്രയോഗങ്ങളുണ്ട്, നീങ്ങിപ്പോകുക, നിന്നു പോകുക എന്ന് പറയുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത്, ബാക്കിയുള്ള വരങ്ങൾ അവിടെ നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞിട്ടില്ല, 3 വരങ്ങൾ മാത്രമാണ്. പിന്നെ നമ്മൾ കാണുന്നത് എബ്രായ ലേഖനത്തിലാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതും ആയ ഇത്ര വലിയ രക്ഷ തെറ്റിപ്പോയാൽ ഇങ്ങനെ തെറ്റി ഒഴിയുമെന്നാണ്. കർത്താവ് പറഞ്ഞു തുടങ്ങി, കേട്ടവർ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവം ഉറപ്പിച്ചു തന്നതും കേട്ടവർ നമുക്ക് തന്നതും. അപ്പോൾ ഇപ്പോൾ സ്വീകരിക്കുന്നവർക്ക് അടയാളങ്ങളും അത്ഭുതമില്ല എന്നുള്ള ധ്വനിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതണം, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവം ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷയെന്ന് വേണം എഴുതുവാൻ. എന്നാൽ എബ്രായത്തിൽ പറയുന്നത് അങ്ങനെയല്ല. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിച്ചു തന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്ന രക്ഷ. അപ്പോൾ അവിടെ വർത്തമാന കാലഘട്ടത്തിൽ എഴുത്തുകാരനും ശ്രോതാക്കളെയും വ്യതിരിക്തമായിട്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ നിന്നുപോയ കൃപാവരങ്ങളും നീങ്ങിപ്പോയ കൃപാവരങ്ങളും എന്നാണ്.
ബ്രദറൻ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ മറ്റ് കൃപാവരങ്ങളെയെല്ലാം തള്ളിക്കളഞ്ഞു എന്നാണ്. ഞങ്ങൾ മറ്റ് കൃപാവരങ്ങളെയൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്കെതിരെ തെറ്റായി ആരോപിക്കുന്ന ആരോപണമാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ പറയാത്ത കാര്യങ്ങൾ അയാളുടെ മേൽ ആരോപിച്ച ശേഷം അദ്ദേഹത്തെ അതിൽ നിന്നുകൊണ്ട് നേരിടുക എന്നുള്ളത് അത് ധീരുവായ അല്ലെങ്കിൽ ഭീരുത്വമുള്ള ആളിൻ്റെ പ്രവൃത്തിയാണ്. ധൈര്യശാലി എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നത് എന്തെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ആണ് പറയുന്നത്. ബ്രദറുകാർ എഴുതിയ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ ഒരുപാട് എൻ്റെ പക്കലുണ്ട്. എന്നാൽ ബ്രദറുകാരെല്ലാവരും കൃപാവരങ്ങൾ അപ്പാടെ നീങ്ങിപ്പോയി എന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം കാണിച്ചാൽ ഞാൻ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു ബ്രദറുകാരും എഴുതിയിട്ടില്ല. കൃപാവരങ്ങൾ നിന്നുപോയി എന്നും നീങ്ങിപ്പോയി എന്ന് ഏതാണോ ബൈബിളിൽ പറയുന്നത് ആ കാര്യങ്ങളാണ് പറയുന്നത്. അല്ലാതെ കൃപാവരങ്ങൾ ഇല്ല എന്ന് ഒരു ബ്രദറുകാരും പഠിപ്പിക്കാറില്ല, ഞാനും പഠിപ്പിക്കാറില്ല, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയും പഠിപ്പിക്കാറില്ല. അത് ഞാൻ സന്ദർഭവശാൽ സൂചിപ്പിക്കുകയാണ്. പിന്നീട് കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 3 കൃപാവരങ്ങളെക്കുറിച്ചാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അടയാളവരങ്ങൾ എബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, അതിന് ഞാൻ പിന്നാലെ വിശദീകരിക്കുന്നതാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലാണ്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുമെന്നാണ്. സാധാരണ ഞാൻ വിശ്വസിക്കുന്നത് പുതിയ നിയമസഭയുടെ തിരുവെഴുത്തുകളാണ് പൂർണ്ണമായതെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു എന്നാണ്. എന്നാൽ എനിക്കറിയാം അനിൽ കുരുത്തോട്ടം പാസ്റ്റർ ഉൾപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ആ സഹോദരങ്ങൾ പറയുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ വരവാകുന്നു എന്നാണ്. അത് യേശുക്രിസ്തുവിൻ്റെ വരവെന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തെയും ക്രിസ്തവ സഭയുടെ അടിസ്ഥാനത്തെ പഠിച്ചു കളയുന്നതാണ്. അദ്ദേഹം സാധാരണ ഉദ്ധരിക്കാറുള്ള ഒരു വാക്യമുണ്ട്, 1 കൊരിന്ത്യർ 1:7 വാക്യം എന്നാണ്. അദ്ദേഹം പറയാറുണ്ട് ബ്രദറുകാർക്ക് ഞാൻ കൊടുക്കുന്ന ഒറ്റമൂലിയാണ് 1 കൊരിന്ത്യർ 1:7. എന്നാൽ ഞാൻ പറയട്ടെ, അവിടെ പറയുന്നത് സകല കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. ഇവിടെ നിന്ന് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹത്തിൽ സഹോദരങ്ങൾ 3 വിധമായ കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. 1 പ്രീ ട്രിബുലേഷൻ റാപ്ചർ, 2 കർത്താവായ യേശുക്രിസ്തു അതായത് മിഡ് ട്രിബുലേഷൻ റാപ്ചർ, പ്രീ തിയറി ഉണ്ട്, മറ്റൊന്ന് പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ. അങ്ങനെ പ്രീ ട്രിബുലേഷൻ റാപ്ചർ വിശ്വസിക്കുന്നവർ ഈ വാക്യത്തെ വ്യാഖ്യാനിച്ച പ്രശ്നമുള്ളത് യേശുക്രിസ്തു സഭയെ മഹാപീഡനത്തിന് മുമ്പെടുക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മഹാപീഡനത്തിൽ 2 സാക്ഷികൾ പ്രവചിക്കുന്നുണ്ട്. അതെവിടെ കൊണ്ടുവയ്ക്കേണ്ടി വരും? യേശുക്രിസ്തു വരുമ്പോഴാണ് സഭ എടുക്കപ്പെടുന്നു എന്ന് പ്രീ ട്രിബുലേഷൻ വിശ്വസിക്കുന്ന ഭൂരിഭാഗം പെന്തക്കോസ്ത് സഹോദരങ്ങളുണ്ട്. IPC AG എന്നുള്ളവർ അതാണ് വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട അനിൽ കൊരുത്തോട്ടം പാസ്റ്റർ വിശ്വസിക്കുന്നത് മറ്റൊരു ഉപദേശമാണ്. അത് ഞാൻ അംഗീകരിക്കുന്നില്ല. അദ്ദേഹത്തോട് ഞാൻ അതിൽ വിയോജിക്കുന്നയാളാണ്. ഞാൻ പ്രീ ട്രിബുലേഷൻ റാപ്ചർ വിശ്വസിക്കുന്നയാളാണ്. 1 കൊരിന്ത്യർ 1:7 എടുത്തുകൊണ്ട് ഈ പ്രവചനം നിന്നുപോകും, യേശുക്രിസ്തുവിൻ്റെ വരവിൽ പ്രവചനം പോകുമെന്ന് പെന്തക്കോസ്ത് സഹോദരങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ ആ വ്യാഖ്യാനം അംഗീകരിക്കുന്നില്ല. ഞാൻ ദൈവവചനമെന്നാണ് വിശ്വസിക്കുന്നത്. അംഗീകരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഈ 2 സാക്ഷികൾ പ്രവചിക്കുന്നത് എവിടെ കൊണ്ടുവയ്ക്കുമെന്നാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്ന് പത്രോസ് കോട്ട് ചെയ്യുന്ന ഭാഗ്യമുണ്ട്. അന്ത്യകാലത്ത് ഞാൻ സർവ്വജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അതവിടെ പാർഷ്യലായിട്ടാണ് നിറവേറിയത്. അതിൻ്റെ പൂർണ്ണമായ നിവൃത്തി മില്ലേനിയത്തിൽ നിറവേറാറുണ്ട്. ചിലർ പറയാറുണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന്. അത് അങ്ങനെ പറയാൻ കഴിയില്ല. യോവേൽ പ്രവചിക്കുന്ന പ്രവചനത്തിൽ സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രൻ രക്തതുല്യമായി തീരുകയും ചെയ്യണം. ആ അടയാളങ്ങളൊന്നും ക്രൈസ്തവ സഭ സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് വീണ്ടും ഒരു നിവൃത്തി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും, യോവേൽ പ്രവചിക്കുന്നത് ഇസ്രായേലിനെ നോക്കിയാണ്. ഇസ്രായേലിൻ്റെ പിന്തുടർമകൾ മഹാപീഡനത്തിൻ്റെ ഒടുവിൽ അവർ കുത്യമെങ്കിലേക്ക് നോക്കി മാനസാന്തരപ്പെടുമ്പോൾ ആത്മാവിനെ പകരുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 1 കൊരിന്ത്യർ 1:7 എടുത്തുകൊണ്ട് ഈ ഉപദേശത്തെ സ്ഥാപിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ശക്തമായിട്ട് പറയുകയാണ്. ഇതിനുള്ള കാര്യങ്ങൾ ബാക്കി റിഫ്യൂട്ടൽ സമയത്ത് ഞാൻ വിശദീകരിക്കുന്നതാണ്. ആദ്യത്തെ 20 മിനിറ്റ് പ്രിയ സുവിശേഷകൻ രാജേഷ് കാട്ടാക്കട
അദ്ദേഹം സംസാരിച്ചു. ഇനിയുമുള്ള 20 മിനിറ്റ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടമാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ധന്യനായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ എല്ലാ സഹോദരങ്ങൾക്കും ബ്രദറൻ പെന്തക്കോസ്ത് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് മുതലായ ഉപദേശ സമാനതകൾ ഏകദേശമുള്ള പ്രസ്ഥാനങ്ങളിലെ സഹോദരങ്ങൾക്ക് വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ഡിബേറ്റ് നിയന്ത്രിക്കുന്ന ആദരണീയ സ്നേഹിതൻ പാസ്റ്റർ ലിനു കെ ജോൺ ഡിബേറ്ററായി ബ്രദറൻ സഭയെ പ്രതികരിച്ചു വന്നിട്ടുള്ള രാജേഷ് കുമാർ കാട്ടാക്കട, സന്നിഹിതരായ വിശിഷ്ടാതിഥികൾ, വളരെ നല്ല നിലയിൽ തിരുവെഴുത്തു പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ ധാരാളം ഒന്നുകൂടുണ്ട്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ഇവിടെ കൊണ്ടുവരാവുന്ന ആളുകളുടെ ഒരു പരിധി ഉണ്ട്, അതൊക്കെ നിലനിൽക്കുന്നു. അങ്ങനൊരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ ഡിബേറ്റ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് അടയ്ക്കുകയാണ്. പൂർണ്ണ നിശബ്ദത ഓഡിയൻസിൽ നിന്നുണ്ടാകണം. സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കാതിൽ വളരെ സൗമ്യമായിട്ട് പറയണം. ഡിസ്റ്റർബൻസ് ഇങ്ങോട്ട് വരാൻ പാടില്ല. അതെൻ്റെ ഒരു അപേക്ഷയാണ്. വിഷയത്തിലേക്ക് വരാം. ബ്രദറൻ പെന്തക്കോസ്ത് ഡിബേറ്റാണല്ലോ, കൃപാവരങ്ങളെക്കുറിച്ച്. പൊതുവെ ബ്രദറൻ സഹോദരങ്ങൾ പറയുന്ന ഒരു സത്യസന്ധമായ കാര്യം, പെന്തക്കോസ്ത് സഭകൾ ബ്രദറൻ സഭയിൽ നിന്നുണ്ടായതാണ്. കേരളത്തിലെങ്കിലും കുറഞ്ഞ പക്ഷം അത് ശരിയാണ്. ആദ്യകാല ബ്രദറൻ സഭയിൽ നിന്നാണ് പെന്തക്കോസ്ത് ഉണ്ടായത്, ഭൂരിപക്ഷം പേര്. പക്ഷെ ബ്രദറൻ സഭയുണ്ടാകുന്നത് മലങ്കര വിയോജിതനിൽ നിന്നും മർത്തോമാ സഭയിൽ നിന്നും ഒക്കെയാണ്. അതങ്ങനെയൊക്കെയാണ്, അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല. സ്വാഭാവികമായി ബ്രദറൻ ചിന്തകളുടെ മൂല്യങ്ങൾ പെന്തക്കോസ്ത് സഭകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ബ്രദറൻ പെന്തക്കോസ്ത് സഭകൾ തമ്മിലുള്ള ഉപദേശ അകലം ഏതാണ്ട് 20% വരൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. ബാക്കി അവ യോജിച്ചു പോന്നവയാണ്. മർത്തോമ സഭയും വേർപെട്ട ദൈവസഭകളും തമ്മിലെടുത്താൽ 50% വരും. യാക്കോബ ഓർത്തഡോക്സ് സഭകളും നാമം തമ്മിലുള്ള അകലം എടുത്താൽ 40% വരും. ഒത്തിരി അകലം കാത്തലിക്സും ആയിട്ടാണ്. അപ്പം അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സംവാദമധ്യേ ബ്രദറൻ സഭയുടെ ഉപദേശങ്ങളെ വിമർശിക്കുള്ളൂ, ചർച്ചിനെ അല്ല പറയുന്നത്. ഈ ബ്രദറൻ സഭയും സംസ്കരിച്ചെടുക്കപ്പെട്ടതാണ്, കുറ്റമറ്റൊരു ഉപദേശം വഴിയല്ല. അതിന് ഞാൻ ബ്രദറുകാരേറെ സ്വീകരിക്കുന്ന വേർപാട് സഭകളുടെ ചരിത്രം, മഹാകവി KV സൈമൺ എന്തായിരുന്നു ബ്രദറൻ സഭ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? പേജ് 215 നോട്ട് ചെയ്യണം. സ്നാനപ്പെടാത്തവരെ തിരുവത്താഴത്തിൽ ചേർക്കുന്നു. ബ്രദറൻ ഡോക്ടറിനായിരുന്നു. 2, പൊതു തിരുവത്താഴം നടത്തുന്നു. 3, മിന്നു കിട്ടുന്നു. 4, വെറ്റില മുറുക്ക് അനുവദിക്കുന്നു. 5, ശമ്പളം കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നു. ഇത് ബ്രദറൻ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. ഇനി അതിനെ പ്രതിരോധിച്ചുകൊണ്ടുണ്ടായ ഒരു മൂവ്മെൻറ്റിൽ സംഭവിച്ചത് പറയാം. സ്നാനപ്പെടാത്തവരെ വ്യത്യസ്തമായി കർത്തൃമേശയിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അത് സഭയുടെ പ്രമാണമല്ല. എന്ന് വെച്ചാൽ ലിബറലാണ് ഈ കാര്യത്തിൽ. ഒരു ബ്രദറൻ വിശ്വാസി ആ സഭയിൽ സ്നാനപ്പെടാതെ കർത്തൃമേശയിൽ സംബന്ധിക്കുക എന്നത് ലിബറലാണ്. ഇതിവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഞാൻ മോഡറേറ്ററിലേക്ക് കൊടുത്തേക്കാം. ഇനിയുണ്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ പൂർവ്വകാലത്തോട് പോരാടി ഇന്ന് ബ്രദറൻ സഭ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചെയ്യില്ലെന്നാണ് എൻ്റെ വിചാരം. എൻ്റെ കാരണം, നമ്മൾ കാലങ്ങളിലൂടെ തെറ്റ് തിരുത്തി വരുമ്പോൾ മുൻകാലങ്ങളിലെ പ്രശ്നങ്ങളോട് പോരാടും. അത് സത്യമാണ്. എനിക്കൊന്ന് എൻ്റെ സുഹൃത്ത് സംസാരിച്ച വഴിക്ക് അജണ്ട മാറിപ്പോയോ എന്ന് പ്രീയും പോസ്റ്റൊക്കെ വന്നു എൻ്റെ ഇടയ്ക്ക്. ഈ പ്രീയും പോസ്റ്റും വീണ്ടും ബ്രദറിലുമുണ്ട്, പെന്തക്കോസ്തിലുമുണ്ട്. ഒക്കെ അഭിപ്രായങ്ങളാണ്, എസ്കറ്റോളജിക്കൽ ഡിഫറൻറ്റ് ഒപ്പീനിയൻസാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാം. അദ്ദേഹം തന്നെ ഇവിടെ സംവാദിച്ച ഒരു പോസ്റ്റുകാരൻ ഈ രംഗത്തെ അധികായനായ ജോസ് മൂലനാണ്. അദ്ദേഹം കൊരട്ടി ബ്രദറൻ സഭയിൽ അംഗമാണ്. ധാരാളം പേരുണ്ട്. അവർക്ക് പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുണ്ട്.
കണ്ണൂരിലെ പൗലോസ് തുടിയനുണ്ട്, അദ്ദേഹം മരിച്ചുപോയി. ഈ പ്രശ്നങ്ങൾ സഭകളിലുണ്ട്. അതിപ്പോൾ റിജിഡായ ഒരു വാദമൊന്നുമില്ല. പക്ഷെ പെന്തക്കോസ്ത് സഭയും ബ്രദറൻ സഭയും ഔദ്യോഗികമായി സ്വീകരിക്കുന്നത് പ്രീ ട്രിബുലേഷനാണ്. അപ്പം അവിടെ ഒന്നേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ, മറ്റേയൊക്കെ അഭിപ്രായങ്ങളാണ്. ഇതൊന്നും ഇവിടെ പരാമർശിത പ്രശ്നമല്ല എന്നെനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ വിഷയം വഴിമാറിപ്പോവും. ഇവിടെ വിഷയം കൃപാവരങ്ങളാണ്. ഇനി ഞാനതിൻ്റെ ബിബ്ലിക്കൽ കൺസെപ്റ്റിലേക്ക് വരികയാണ്. റോമർ 12, 1 കൊരിന്ത്യർ 12, എഫേസ്യർ 4:11 ഈ ഭാഗത്താണ് കൃപാവരങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത്. ഈ ലിസ്റ്റൊന്നും നമ്മളൊക്കെ ചെയ്തിരിക്കുന്ന ലിസ്റ്റ് വ്യത്യസ്തതയുള്ളതാണ്. കൃത്യമായൊരു നമ്പറൊന്നുമില്ല. എങ്കിൽ ഞാൻ ചെയ്ത ഒരു ലിസ്റ്റ് തരാം. അതും വായിച്ചുള്ള അറിവിൽ നിന്ന് ഞാൻ ശേഖരിച്ചൊരു നോട്ടാണ്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം, വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവർത്തികൾ, പ്രവചനം, ആത്മാക്കളുടെ വിവേചനം, പലവിധ ഭാഷകൾ, വ്യാഖ്യാനം, പരിപാലനവരം, സഹായം ചെയ്യാനുള്ള വരം, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കൾ. ഇങ്ങനെ ഞാൻ ഏകദേശം 14-15 ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ പക്കലുള്ള ജെ.സി. ദേവിൻ്റെ ഒരു പുസ്തകത്തിൽ ബ്രദർ ജെ.സി. ദേവ് 25-ൽ പരം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ O.J. ജോൺ സാറിൻ്റെ പുസ്തകത്തിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി പെന്തക്കോസ്തുകാരനായ ടി സാമുവലിൻ്റെ കൃതിയിലും ഇതുപോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നൊരു ഗൗരവമുള്ള പ്രശ്നമല്ല ലിസ്റ്റ്. പെന്തക്കോസ്തുകാർ ഒരിക്കലും ബ്രദറുകാർ കൃപാവരങ്ങളെ പൂർണ്ണമായി തള്ളുന്നു എന്ന അഭിപ്രായം ഔദ്യോഗികമായിട്ടില്ല. ഒറ്റപ്പെട്ട ആരെങ്കിലും പറഞ്ഞാണോ? 2 പ്രശ്നങ്ങൾ ഇത് സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഹരിക്കേണ്ട. ബ്രദറുകാർ പെന്തക്കോസ്തുകാരെക്കുറിച്ച് അവർക്ക് കുണ്ടലിനി ആത്മാവുണ്ടെന്ന് ഔദ്യോഗികമായിട്ട് പറയുന്നില്ല, അല്ലാതെ പറയുന്നുണ്ട്. അല്ലാതെ പറയുന്നില്ലെന്ന് തെളിവാ, നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരുന്നു, കുണ്ടലിനി ഉണ്ടെങ്കിൽ തരികയല്ലോ. ഞങ്ങളുടെ ആളുകളെ അങ്ങോട്ട് കൊടുക്കുന്നു, നിങ്ങൾക്ക് ആത്മാവില്ലേ തരികയല്ലോ. അപ്പോൾ ഇതല്ല ചർച്ച ചെയ്യേണ്ടത്. അതൊക്കെ ഫേസ്ബുക്ക് ചർച്ചയിൽ വരാവുന്ന സാന്ദർഭികമായ വികാരാവേശത്തിൻ്റെ തിരത്തള്ളലിൽ ഞാൻ നിങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ആത്മാവില്ല എന്നൊരു വാദം, ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നു എന്ന വാദത്തിൽ അർത്ഥമില്ല ബ്രദറുകാർ. പക്ഷെ പരിശുദ്ധാത്മ പ്രവൃത്തിയുടെ ചില തലങ്ങളെ അവർ നിഷേധിക്കുന്നു എന്ന് തന്നെ ഞാൻ ആരോപിക്കുന്നു. പരിശുദ്ധാത്മ പ്രവൃത്തിക്ക് ബ്രദറൻ സഭകളുടെ ഡോക്ട്രിൻ ഉപദേശപരമായി തെറ്റ് തന്നെയാണ്. ക്രിസ്റ്റോളജിയിൽ തെറ്റുണ്ട്. ബ്രദറൻ ക്രിസ്റ്റോളജിയിൽ ഞാൻ മനസ്സിലാക്കിയ കൃതികളിൽ KVS ഒക്കെയാണ് നിങ്ങളുടെ വക്താക്കളെങ്കിൽ നിങ്ങളുടെ ക്രിസ്റ്റോളജിയിൽ തെറ്റുണ്ട്. ആർക്കെയും അല്ലെങ്കിൽ നമ്മുടെ KVS ഒക്കെയാണ് നിങ്ങളുടെ വക്താക്കളെങ്കിൽ, അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞാൽ മതി, ആണെങ്കിൽ നിങ്ങളുടെ സ്പോക്സ്മാൻ അവരാണെങ്കിൽ ട്രിനിറ്റിയിൽ തെറ്റുണ്ട്, ട്രിനിറ്റിയെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ. ഇനി എൻ്റെ വിഷയത്തിലേക്ക് വന്നാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ചിൻ്റെ ആരംഭം അത് AD 33 ചർച്ച് ആരംഭിക്കുന്നത്. AD 33 ഒരു AD 33 ഡേ ഓഫ് പെൻഡക്കോസ്റ്റ് എന്ന് പറയുന്നത് മെയ് 24 മെയ് 24 AD 33 മെയ് 24 ഒരു ഞായറാണെന്ന് ന്യൂ ബൈബിൾ ഡിക്ഷണറി തരുന്ന തെളിവുകളാണ്. അങ്കേഴ്സ് ബൈബിൾ ഡിക്ഷണറിയും ഏതാണ്ട് ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ട്. ഏകദേശ കണക്കാണ്, ഇതൊന്നും കണക്കല്ല. ചില പറയാനുണ്ട് ഞാൻ ഈ കണക്ക് ചോദിക്കുന്നു, ഡേറ്റ്, അങ്ങനൊരു സംഭവം ഞാൻ ചോദിച്ചിട്ടില്ല ഇന്ന് വരെ. എന്നാണ് കൃപാവരം നിലച്ചെന്നൊരു ചോദ്യം പോലും ചോദിച്ചില്ല. പക്ഷേ ഏകദേശ കാലം പറയാറുണ്ട്. ഏകദേശ കാലം അത് മുമ്പേ ബ്രദർ പറഞ്ഞ പോലെ ഉത്തരം കൃത്യം പറയാൻ പറ്റാത്തപ്പോൾ ഒരാൾ പറയാത്ത ആരോപണം ആരോപിക്കുക, അതിനോട് എനിക്കും യോജിപ്പുള്ളൊരു കാര്യമില്ല. അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധത്തോട് 90% യോജിപ്പുള്ള ഒരാളാണ്. 90%, 10% വിയോജിപ്പുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നീണ്ട ഒരു പ്രബന്ധം പോലും അവതരിപ്പിക്കേണ്ടതില്ല. അവസാനത്തെ ആ ഭാഗത്താണ് നമുക്ക് തെറ്റ് വന്നത്. അപ്പോൾ അടുത്തിലേക്ക് വരാം. അന്നു മുതൽ എടുക്കപ്പെടുന്ന നമ്മുടെ 1 തെസ്സലോനി 4:16 ആ വാക്യം വരെ, ആക്ട്സ് ചാപ്റ്റർ 2 to 1 തെസ്സലോനിയൻസ് 4:16 അവിടെ വരെയുള്ള കാലമാണ് സഭയെന്നാണ് പെന്തക്കോസ്തുകാർ മനസ്സിലാക്കിയിരിക്കുന്നത്. വേറെ ആർക്കും വിഭിന്നമായ അഭിപ്രായം ഉണ്ടായിട്ട് അറിയത്തില്ല. ഈ സഭ ഒരു ഗാത്രമാണ്, ക്രിസ്തുവിൻ്റെ ശരീരം, അതാണ് സഭ. പക്വത പ്രാപിച്ചൊരു സഭ ഇന്ന് ഭൂമിയിലില്ല എന്ന് ഞാൻ പറയും. സാറ് പറഞ്ഞു, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി, അത് ഞാൻ ഖണ്ഡനത്തിൽ പറഞ്ഞോളാം, സൂചന മാത്രം ഇപ്പോൾ പറയാം.
കൊരിന്ത് സഭയിൽ പക്വതയില്ലായിരുന്നു. ഏത് സഭയിലാണ് പക്വതയുള്ളത്? പക്വതയുള്ളൊരു സഭ കാണിക്കുക. എഫേസ്യ സഭയിൽ എന്തായിരുന്നു പ്രശ്നം? റോമിൽ എന്തായിരുന്നു പ്രശ്നം? അവിടെ ജൂവിഷ് എലമെൻസും ജെൻഡൈൽ എലമെൻസും തമ്മിലുള്ള കലഹമാണ്. പക്വത ഉള്ളിടത്ത് നടക്കുമോ? എന്തായിരുന്നു കൊലോസിയിലെ പ്രശ്നം? അവിടെ നോസ്റ്റിസിസമാണ്, ക്രിസ്തുവിൻ്റെ ശരീരം സംബന്ധിച്ച് തർക്കം നടക്കുകയാണ്. ഫിലിപ്പിയ സഭയിൽ എന്താ? ഈക്വാലിറ്റി, അത് സംബന്ധിച്ച് പ്രശ്നം നടക്കുക. ഗലേഷ്യൻ ചർച്ചിൽ എന്തായിരുന്നു പ്രശ്നം? ഉത്തര ഗലേഷ്യൻ ദക്ഷിണ ഗലേഷ്യൻ തിയറി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബൈബിളിൽ കണ്ട ഒരു ചർച്ചും മെച്ചേർഡ് അല്ല. അവിടെ മെച്യൂരിറ്റി ഉള്ള ആളുകളുണ്ട്, ഉണ്ട്. ഇന്നും സഭയിൽ അടിസ്ഥാനമല്ല ഇട്ട് തീർന്നു എന്നുള്ള വാദം തെറ്റാണ്. അപ്പോൾ ഈ പുതുതായിട്ട് ജനിച്ചു വരുന്നവനോ, പുതുതായി ഇന്ന് രക്ഷാൻ അനുഭവം പ്രാപിച്ചു വരുന്നവന് പാല് കുടിക്കണ്ടേ? ഇന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നുണ്ട്, അവൻ പാല് കുടിക്കണ്ട. നേരെ അവൻ നമ്മൾ കട്ടിയായ ഫുഡ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ചർച്ചിനെ ഇൻ്റർപ്രറ്റ് ചെയ്തതിലാണ് ഈ തിയോളജിയിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും നാളുള്ളതാണ് ചർച്ച്. ഈ ചർച്ചിനൊരു കാന്തൻ, ആ കാന്തൻ ഒരു ശരീരം. ഈ ഒരു ശരീരം വിഭജിക്കാൻ പറ്റില്ല. വചനം അങ്ങനെ പറയാം, ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? ബ്രദറൻ സഭ പഠിപ്പിച്ച ഡോക്ടറിലെ പരമബദ്ധം എന്ന് പറയുന്നത് കൃപാവരങ്ങൾ സകലതുമുള്ള ഒരു സഭ. കൃപാവരങ്ങൾ ഏതാനും ചിലത് പിൻവലിച്ച മറ്റൊരു സഭ. അപ്പം ആദിമസഭയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് സെഞ്ചുറി ചില സഭയ്ക്ക് ഈ കൃപാവരങ്ങളെല്ലാം കൊടുത്തിട്ട് അതുവഴി ഉറപ്പിച്ചു അടിസ്ഥാനത്തെ. അപ്പോൾ അടിസ്ഥാന പണി കഴിഞ്ഞപ്പോൾ ബാക്കിയൊക്കെ പിൻവലിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, അടിസ്ഥാന പണി കൃപാവരമല്ല. കൃപാവരം അടിസ്ഥാനമായിട്ടൊരു ബന്ധമില്ല. എനിക്ക് തോന്നുന്നു ദൈവാസൻ പറഞ്ഞതിലൊരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. എബ്രായർ 6 അങ്ങനെ ഒരു വാക്യവും ഇല്ല, 4 അങ്ങനെ ഒരു വാക്യമില്ല. അതെ, എബ്രായർ 2:3 ആ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞതിൽ ഈ അടയാളം അത്ഭുതങ്ങളാലും അല്ല ഉറപ്പിച്ചത്, അതും തെറ്റാണ്. 2:4 പറയുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ ഉറപ്പിച്ചു തന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടോ? അത് കേട്ടവർ ഉറപ്പിച്ചു തന്നതാ, ഇതാണ് സംഭവം. അല്ലാതെ അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ഉറപ്പിച്ചൊന്നുമില്ല. അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ചർച്ചിനെ ഉറപ്പിക്കാനായിരുന്നു എന്ന് ഈ വാക്യം കൊണ്ട് സ്ഥാപിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു ചോദ്യമുണ്ട്. ബ്രദറൻ ടീച്ചിങ്സിലെ ഏറ്റവും പരമമായൊരു തെറ്റ് എന്ന് പറയുന്നത്, ഈ കൃപാവരങ്ങൾ നിങ്ങൾ ഏത് വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കുന്നത്? ഇങ്ങനെ വിഭജിക്കാൻ ആര് തന്നു അധികാരം? പഠന സൗകര്യാർത്ഥം നമ്മളിങ്ങനെയൊക്കെ തിരിക്കാറുണ്ട്, അത് തെറ്റൊന്നുമല്ല, പഠന സൗകര്യാർത്ഥം. പക്ഷെ ചിലത് അടയാള വരങ്ങൾ, ചിലതല്ലാത്ത വരങ്ങൾ. ആര് തന്നു ഈ അധികാരം? എന്നിട്ട് ചിലതില്ല. അതിൻ്റെ മാനദണ്ഡം എന്താ? ഞാൻ വർഷങ്ങളായി 7 ഡിബേറ്റുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഉത്തരം ഇന്നുവരെ വന്നിട്ടില്ല. അപ്പോൾ ആരാ ഇതിന് അനുവാദം തന്നെ? ചിലത് നിലച്ചു, നിന്ന് പോയി എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചന എന്താ ബൈബിളിലുള്ളത്? നിന്ന് പോകും, ഭാവികാല പ്രയോഗമാണ്. സഭയ്ക്കിത് കൊടുത്തു എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, സഭ ഇന്ന് പൂർണ്ണമല്ല. സഭ എങ്ങനെ പൂർണ്ണമാകുന്നേ? ഇനി എത്ര പേര് ഈ വാഹനത്തിൽ കയറാനുണ്ട്? എത്ര പേര് മുമ്പോട്ട് കിടക്കുകയാണ് ലോകമെങ്കിൽ സഭ എന്നത് ഇതുവരെ പൂർണ്ണമായിട്ടില്ല. സഭ പൂർണ്ണമാകുന്നത് വരെ ഈ കൃപാവരങ്ങളെല്ലാം വേണം. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, ഈ കൊരിന്ത് ലേഖനത്തിൽ എങ്ങും ബൈബിളിൻ്റെ ക്രോഡീകരണത്തെക്കുറിച്ച് ഒരു പരോക്ഷ സൂചന പോലുമില്ല. അങ്ങനെ ഒരു സൂചന എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ ഈ പറയുന്നതിൽ ഏകദേശം നമുക്ക് ഒരാകാംക്ഷ ജനിക്കുമായിരുന്നു. ഒരു സൂചന ഇല്ല. വേദപുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഇതര ഭാഗങ്ങളിൽ ബൈബിളിൻ്റെ ക്രോഡീകരണം പൂർണ്ണത എന്ന് പറയാൻ ഒരു സൂചന എവിടെങ്കിലും തരാമോ? ബൈബിളിൻ്റെ ക്രോഡീകരണം, എഴുത്തിനെ കുറിച്ചല്ല. കാരണം ക്രോഡീകരണമാണല്ലോ പൂർണ്ണത എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അതിനൊരു സൂചന വേണ്ടേ? മറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുക, ക്രിസ്തുവിൻ്റെ വരവാണ് പൂർണ്ണത, ഞാൻ തരാൻ തെളിവ്, ചോദ്യവേളയിൽ തരാം. ആ വരവുമായി ബന്ധപ്പെട്ടുള്ള എത്ര തരം പൂർണ്ണതകളുണ്ടെന്ന് പറഞ്ഞുതരാം. ഇതേപോലെ ബൈബിളിൻ്റെ ക്രോഡീകരണം പൂർണ്ണത എന്ന് പറയത്തക്ക വിധമുള്ള ഒരു പരോക്ഷ സൂചന ഇത് കാണുന്നില്ല. അപ്പോൾ ഇതിൽ വരുന്നൊരു പ്രശ്നം, ബഹുമാനപ്പെട്ട രാജേഷ് ബ്രദർ ഓർമ്മപ്പെടുത്തിയതുപോലെ പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ ബ്രദറൻ സമൂഹം ചെയ്യുന്നൊരു കാര്യം, ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഞങ്ങളുടെ ഇടയിൽ കാണുന്ന ചില പ്രവണതകൾ അതെടുത്തിട്ട് ഇതാണോ സഭയിൽ നടക്കേണ്ടത്, ഇങ്ങനെയാണോ, ഇതാ കാവാലം പറയുന്നു,
താങ്കു പറയുന്നു, താരു പറയുന്നു, സജിത്ത് പറയുന്നു, എന്നിട്ട് പറയും അനുഭവമല്ല പ്രധാനം. അപ്പം തിരിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അനുഭവം വിശദീകരിച്ച് കൊടുത്തോണം. ആദ്യം പറയും അനുഭവമല്ല ഡോക്ടർ. അനുഭവമല്ല ഡോക്ടറിനെങ്കിൽ ലെറ്റ് സ്പീക്ക് ഫ്രം ബൈബിൾ. ബൈബിളിൽ നിന്ന് സംസാരിക്കാം. ബൈബിളിൽ നിന്ന് സംസാരിച്ചിട്ട് ഇതിപ്പോഴുണ്ടോ, നിലവിലുണ്ടോ കൃപാവരങ്ങൾ, ബൈബിൾ പറയട്ടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അത് ബൈബിളാണ് പറയേണ്ടത്. ചുറ്റുവട്ടങ്ങളിൽ എവിടെങ്കിലും കൃപാവരങ്ങൾ അത് ഇന്നത്തെ പുതിയ പ്രവണതയല്ലെന്ന് കൂടെ ഓർക്കണം. എല്ലാ വരങ്ങളും ദൈവപ്രവൃത്തികളും ദുരുപയോഗം ചെയ്തത് 1-ാം നൂറ്റാണ്ട് മുതലുണ്ട്. അന്നത്തേക്കാൾ ഇന്ന് പ്രശ്നം കുറവാണ്. ഇത് നോട്ടീസീസ് ഒന്നും ഇല്ലല്ലോ. എത്രയോ പ്രശ്നം കൊണ്ട് പോരാടി വന്നോ. അത് ചർച്ചിൻ്റെ അകത്ത് സമാന്തരമായി വളരുന്ന കളകളെ പ്രതിരോധിക്കേണ്ടതുണ്ട്. പക്ഷെങ്കിൽ ഇവിടുത്തെ പ്രശ്നം എന്താ? ഏതെങ്കിലും ഒരു കാര്യത്തെ, ഒരു വിഷയത്തെ എടുത്തു കാട്ടിയിട്ട് അതാണ് പെന്തക്കോസ്ത് ഡോക്ട്രിൻ എന്നരിക്കുന്നു. തെറ്റാണ്. ഇനി നമുക്ക് വേണ്ടത് ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്ന ഉപദേശ സംഹിതയാണ്. ഞാൻ ഈ പ്രബന്ധം പല ആവർത്തി അവതരിപ്പിച്ച ഒരാളെന്നുള്ള നിലയിൽ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാനൊരു പഴയ പ്രബന്ധം തന്നെയാണ്, എന്നാൽ ഓരോ ഘട്ടം കഴിയും തോറും അതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചേർത്ത ചില സംഭവങ്ങൾ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി നിർത്താം. ഞാൻ പറഞ്ഞു, ഈ കൃപാവരങ്ങൾ എക്കാലഘട്ടത്തിലും വേണം എന്ന് പറയാനൊരു കാരണമുണ്ട്. ഈ പൂർണ്ണമായത് അപൂർണമായതെന്നൊരു ചർച്ച വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് പറയാമെന്നാണ്. ചോദ്യോത്തര വേളയ്ക്കാണ് ഞാനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഓരോ പ്രസംഗം പറയും, ആ പ്രസംഗത്തിൻ്റെ മറുപടി അങ്ങനെ പോകുന്നതിനകത്ത് അർത്ഥമില്ല. ആളുകൾ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ചോദ്യോത്തര വേളയിലാണ് നമുക്ക് വ്യക്തത വരുന്നത്. അവിടെയാണ് ഉത്തരം പറയേണ്ടത്. ഇനിയും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞ് നിർത്തിക്കോളാം. ഇത്രയും ടൈമൊന്നും എനിക്ക് വേണ്ട. ഈ 1 കൊരിന്ത്യർ 14 അധ്യായത്തിന് ഏറ്റവും പുതിയൊരു ബ്രദറൻ വേർഷം വന്നു. ഞാൻ ബ്രദറൻ സമൂഹത്തോട് അടുത്തിടപഴകി വസിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇന്നലെയും ഞാൻ ബ്രദറൻ സമൂഹത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ പങ്കെടുത്ത ഒരാളാണ്. ഒരു കാര്യം കൂടി പറഞ്ഞു. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ഏണസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ പ്രാദേശിക ബ്രദറൻ സഭ ഒരു കൺവെൻഷൻ സാധാരണ പെന്തക്കോസ്തുകാരെ വിളിക്കാറില്ല. പക്ഷെ എന്നെ വിളിക്കാൻ വേണ്ടി ഈ ബ്രദറൻ സഭ എന്നുള്ളത് മാറ്റിയിട്ട് അവർ ടീമിൻ്റെ പേരിട്ടിട്ട് ബ്രദറൻ സഭയുടെ മുറ്റത്ത് കൺവെൻഷൻ വെച്ചു. അല്ലേ അതൊരു പ്രശ്നമാകും. അങ്ങനെ ഞാൻ പ്രസംഗിച്ചതിന് സാക്ഷിയാണ് എൻ്റെ കുട്ടിക്കും സഹോദരൻ. അത്ര ഹൃദയബന്ധമുള്ള ആളാണ്. ഒരു പിണക്കവും അക്കാര്യത്തിലില്ല. അവിടെ ചെന്നിട്ട് ബ്രദറൻ, എൻ്റെ ഓഡിയൻസിൻ്റെ കൂടെ ബ്രദറൻ സഹോദരങ്ങളുണ്ട്. ഞാൻ അന്നത്തെ ദിവസം അന്യഭാഷ വിഷയം ചർച്ച ചെയ്ത് അവരെ പരിഹസിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. ഐക്യ കൺവെൻഷനിലൊക്കെ ചെല്ലുമ്പോൾ ബ്രദറുകാർ ലീഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹോദരന്മാർക്ക് മുറിവേൽക്കരുത് എന്ന ആഗ്രഹത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. അത് അവരെ മാത്രമല്ല. അപ്പോൾ CSI വന്നിരിക്കുക. അന്ന് മുഴുവൻ അച്ഛനെ കുത്തുന്ന പരിപാടി നമുക്കില്ല. അത് ചെയ്യാറില്ല. എവിടെ മുതലാണ് ചിലത് നിലവിട്ടു പോകുന്നത് അറിയണ്ടേ? ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 7 ഡിബേറ്റുകളിലും ബ്രദറൻ സഭയ്ക്ക് എന്ത് പറ്റിയെന്ന് ബ്രദറൻകാർ പറഞ്ഞ അഭിപ്രായമാണ് ഞങ്ങൾ കട്ട് ചെയ്തത്. അതിട്ടിട്ട് നടത്തുന്ന ചില അനാരോഗ്യ വിമർശനങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കാറുണ്ട്. ആ ഒരു പ്രശ്നം. അടുത്തൊരു കാര്യം, ഈ 14-ാം അധ്യായത്തിന് കൊടുത്ത രസകരമായൊരു വിശദീകരണമുണ്ട്. കാട്ടാക്കട അങ്ങോട്ട് വന്നില്ല, വരട്ടെ. വന്നാൽ എനിക്ക് കൂടുതൽ എളുപ്പമാണ് കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതൻ ES ഒരു പുതിയ വേർഷൻ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു സാധാരണ ഇതിൽ ബ്രദർക്കാർക്ക് പല കാര്യങ്ങളിലും യോജിപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നോട് 7 ഡിബേറ്റുകളിൽ വന്ന് 5 അഭിപ്രായമാണ് പറഞ്ഞത് ആളുകൾ. 5 അഭിപ്രായം. ഒരു കാര്യത്തിൽ യോജിക്കുന്നു, കൃപാവരങ്ങൾ തൽക്കാലം എടുക്കേണ്ടത് ഈ നിലച്ച കാര്യത്തെ കേട്ടോ, അല്ല എല്ലാം ഇല്ലെന്നല്ല, അങ്ങനെ എടുക്കരുത്. ഇനി കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇങ്ങനെ നമ്മൾ പറയുള്ളൂ. എന്താ നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ അടയാളവരോ? അടയാളവരം ബൈബിളിൽ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് തൽക്കാലത്തേക്ക് അങ്ങനെ എടുക്കാം. അടയാളവരങ്ങൾ നിലച്ചു, ഇന്നതില്ല. അതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ട്. പക്ഷേ എന്ന് നിലച്ചു കാലം പറയുന്നതിൽ യോജിപ്പില്ല. അത് തന്നെ 100-200 വർഷം വരുമ്പോൾ ഇടയ്ക്ക് സംസാരിച്ചു എന്നൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾ തങ്ങളിൽ ഖണ്ഡനം നടത്തേണ്ടി വരും. ബഹുമാനപ്പെട്ട യേശു പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രവർത്തന പരിധിക്കുള്ളിൽ നിന്നു തീർന്നു. അപ്പം നമ്മൾ ചോദിക്കും വെളിപ്പാട് ദിവസം പിന്നെ എങ്ങനെ എഴുതി? വെളിപ്പാട് ദിവസം പിന്നെ എങ്ങനെ എഴുതി എന്ന് പറയുമ്പോൾ യേശു പറയുന്ന മറുപടി നിങ്ങളങ്ങ് ഉദ്ദേശിച്ചാൽ മതി. ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നില്ല, അദ്ദേഹം കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളാട്ടോ, ഇന്ന് വന്നേനെ. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത്രയും ചോദ്യം ചോദിക്കുന്നില്ല. വെളിപ്പാട് ദിവസം പിന്നെ എങ്ങനെ എഴുതും? അടുത്തത് ചിലർ പറയുന്നത് അങ്ങനല്ല, AD 100. ചിലർ പറയുന്നത് അങ്ങനല്ല, ബൈബിൾ ക്രോഡീകരിച്ചപ്പോൾ. അങ്ങനെ വന്ന് 2nd സെഞ്ച്വറി വരെ ഞങ്ങൾ ആളുകളെ കൊണ്ടുവന്നു. വളരട്ടെ. അങ്ങനെ നമുക്ക് കർത്താവിൻ്റെ വരവ് വരെ പോകണം. മനസ്സിലായില്ലേ? അതുവരെ വരങ്ങളുണ്ടെന്ന് നിങ്ങൾ പറയേണ്ടി വരും.
കാരണം അല്ലെ ബൈബിൾ വിരുദ്ധരാകും. അതാണ് കാര്യം. അപ്പോൾ ഇതിപ്പോൾ പുതിയൊരു കാര്യം, കൊരിന്ത് സഭ വരങ്ങൾ തെറ്റായി ഉപയോഗിച്ചപ്പോൾ ആ തെറ്റായി ഉപയോഗിച്ച ശൈലിയെ അപ്പോസ്തലൻ വിമർശിച്ചു. എന്നിട്ട് ശരിയും പറഞ്ഞു തന്നു. അപ്പം അതിലൊന്നാണ് ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ചർച്ചിലുണ്ടായതാണ്. അങ്ങനെയല്ല, അത് നമുക്ക് വഴിയെ ചിന്തിക്കാം. വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ്. ചുരുക്കത്തിൽ ഞാൻ എൻ്റെ പ്രബന്ധം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. AD 33 മുതൽ 33 ഒരു മെയ് 24 സൺഡേ പ്രഭാതത്തിലാകണം ചർച്ചിൻ്റെ ആരംഭം. അന്നു മുതൽ യേശുവിൻ്റെ പുനരാഗമനം വരെ കൃപാവരങ്ങൾ സകലതും നിലനിൽക്കുന്നു. ഓക്കെ, നമ്മുടെ സംവാദത്തിൻ്റെ രീതി അനുസരിച്ച് ആദ്യത്തെ 20 മിനിറ്റ് വീതമാണ് രണ്ട് ദേവദാസന്മാർ അവരുടെ വിഷയങ്ങളെ അവതരിപ്പിച്ചു. ഇനിയുമുള്ളത് അവർ അവതരിപ്പിച്ച ആ വിഷയവുമായി ഒന്നാം പ്രതിവാദമാണ്. അത് 15 മിനിറ്റാണ്. അപ്പോൾ ആദ്യമേ വിഷയം അവതരിപ്പിച്ചത് നമ്മുടെ ബ്രദർ രാജേഷ് കുമാർ കാട്ടക്കട ആയതുകൊണ്ട് അതിനാണ് പ്രതിവാദം പറയേണ്ടത്. 15 മിനിറ്റാണ് സമയം. അതിനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ പ്രബന്ധത്തിന് കോംപ്ലിമെൻ്റ് ചെയ്യേണ്ടതില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പ്രതികരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഒരെണ്ണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എബ്രായർ ആദ്യം മനസ്സിലാക്കുക, അത്ഭുതങ്ങളും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ഉറപ്പിച്ചത് സഭയല്ല. അവരുറപ്പിച്ചത് അത്ഭുതങ്ങൾ ചെയ്തും അടയാളങ്ങൾ ചെയ്തും പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. കർത്താവ് നമുക്ക് സകല പ്രതിസന്ധികളിലും മതിയായവനായ ദൈവമാണ് എന്ന് പറയുമ്പോൾ അന്നത്തെ ജനവും ഇന്നത്തെ ജനവും അവർ ഒത്തിരി ദൈവങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണോ എന്ന ആകാംക്ഷ ഒരു ദൈവപ്രവൃത്തിയായി, രോഗശാന്തിയായി, അത്ഭുതമായി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ വചനം ആ പറഞ്ഞ കാര്യം ഉറച്ചു. അല്ലാതെ അത്ഭുതങ്ങൾ കൊണ്ട് സഭയെ ഉറപ്പിച്ചിട്ടില്ല. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നു. എന്നിട്ട് കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. ഇപ്പം രക്ഷയുടെ വാലിഡിറ്റിയാണ് പറയുന്നത്. അത് ചർച്ചിൻ്റെ അടിസ്ഥാനം അത്ഭുതം അടയാളമൊന്നുമല്ല. കൃത്യമായ അടിസ്ഥാനം എബ്രായർ 6:1 പറയുന്നുണ്ട്. ചർച്ചിൻ്റെ ഫണ്ടമെൻ്റൽ ഡോക്ട്രിൻസ് അവിടെ കിടപ്പുണ്ട്. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഈ 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ സകല ഡോക്ട്രിനും ഇന്നും വേണം. അവിടെ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇന്നും ആവശ്യമുണ്ട്. ഫസ്റ്റ് സെഞ്ച്വറി ചർച്ചിൽ അനിവാര്യമായിരുന്നവ എല്ലാം ഈ കാലഘട്ടത്തിലും വേണം. അതിൻ്റെ അനിവാര്യതയുണ്ട്. ഇനി അടുത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞേ, മുമ്പ് പറഞ്ഞ മച്യൂരിറ്റിയാണ്. അപ്പോൾ അത് നമുക്ക് ഈ മെച്യൂരിറ്റിയെക്കുറിച്ചുള്ള ആ പരാമർശം ഞാൻ ഒന്ന് ബോധ്യപ്പെടുത്തലാണ്. 1 കൊരിന്ത്യർ 13:11-12 വാക്യങ്ങളിൽ വിശ്വപ്രസിദ്ധ ബ്രദറൻ ചിന്തകനായ വില്യം മക്ഡൊണാൾഡിനെ കോട്ട് ചെയ്യുന്ന ഒരു ഭാഗം. മക്ഡൊണാൾഡ് എഫേസ്യ ലേഖനം 4:11-13 വാക്യങ്ങൾ അതിനെക്കൂടി അടിസ്ഥാനപ്പെടുത്തി പറയാം. വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. ഇതെന്നാണ് നമ്മളിത് പ്രാപിക്കുന്നത്? ഇത് പ്രാപിച്ച ഒരാളെങ്കിലും ഇവിടെ ഉണ്ടേ പറഞ്ഞോ ഇതെല്ലാം പ്രാപിച്ചു എന്ന് പറ. അതുവരെ വേണ്ടതായി സംഗതി എന്നർത്ഥം. ആരാ ഇത് പ്രാപിച്ചേ? മക്ഡൊണാൾഡ് പ്രാപിച്ചോ? എഴുതിയേ ആരും പ്രാപിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ കൂടി വീണ്ടെടുപ്പ് കഴിയുന്ന വേളയിലാണ് നമ്മൾ ഈ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുന്നത്. പ്രാപിക്കുവോളം നടന്ന കാര്യമല്ലിത്. ഇത് പോസിബിലിറ്റിയാണ്, വിശ്വാസത്തിൻ്റെ സാധ്യതയാണ് ആ സൂചിപ്പിക്കുന്നത്. വിശ്വാസത്തിലും ദൈവത്തിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ഇത് നൽകുന്നു.
അപ്പം ഈ പക്വതയൊക്കെ പ്രാപിക്കുന്ന എപ്പോഴാണ്? അത് നമുക്ക് ഇന്നത്തെ രീതിയിൽ പറ്റുന്നല്ല, അത് പക്വതയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. അത് ഭൗതിക ജീവിതത്തിലും അങ്ങനെ പക്വതയിലേക്കുള്ള യാത്രയിലാണ്. 90 വയസ്സിലും പക്വത എത്തുന്നില്ല, പിന്നെ യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ശരീര വീണ്ടെടുപ്പ് കഴിയുന്നതോടെ ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവോളം ആർക്കെങ്കിലും ഞാൻ കുഴപ്പമുണ്ടോ? ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവോളം ഞാനായി എന്ന് പറയാൻ കഴിയുന്ന ഒരുത്തനിലുണ്ടോ പ്രപഞ്ചത്തിൽ ഇതുവരെ? ആരുമില്ല, ഒരു തരത്തിലും ഇല്ല. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് യേശുവിൻ്റെ വരവിലെ ഇതൊക്കെ സംഭവിക്കും. യേശുവിൻ്റെ വരവിലാണ് നമുക്ക് ശരീരത്തിന് രൂപാന്തരം സംഭവിക്കുന്നത്. അപ്പോൾ ഈ മച്യൂരിറ്റി എന്ന് പറയുന്ന അത് തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം അതിലേക്ക് നമ്മൾ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ പരാമർശം തെറ്റാണ്. അടുത്തത് പത്രോസിൻ്റെ പ്രസംഗമാണ്. പത്രോസിൻ്റെ പ്രസംഗത്തെക്കുറിച്ചും വലിയ രസാവഹമായൊരു വ്യാഖ്യാനമാണ് ഇതിനു മുമ്പുള്ള ഒരു ഡിബേറ്റർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് പത്രോസിന് തെറ്റിപ്പോയി എന്നാണ്. കാരണം പത്രോസ് ഒരു ആവേശക്കാരനും ഒക്കെ ആയതുകൊണ്ട് അന്നത്തെ വിഷയം ചർച്ച ചെയ്തത് തെറ്റിപ്പോയി എന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ബിലിവെച്ചറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു ഡിബേറ്റിൽ വെച്ച് പറയുകയാണ്, ഞാൻ പറഞ്ഞു ബ്രദറെ, ചർച്ച ആരംഭിച്ച ശേഷമുള്ള ദ ഫസ്റ്റ് പ്രീച്ചിങ് ഇൻ ദ ചർച്ച് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ആലോചിച്ച്, സഭയുടെ ഉദ്ഘാടന പ്രസംഗം തെറ്റിപ്പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അന്യഭാഷാ വിരുദ്ധത, കൃപാവര വിരുദ്ധത എത്രമാത്രം ശരീരത്തിൻ്റെ ശിരാനരമ്പുകളിൽ ഓടുന്നതിൻ്റെ തെളിവല്ലേ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം പഠിപ്പിക്കലല്ല. തുറന്നു പറഞ്ഞാൽ ഒരു ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാഡമി ഉണ്ട് ബാംഗ്ലൂർ, അവരെ പഠിപ്പിക്കല. അവിടെ പഠിച്ചിറങ്ങിയ ഏതൊരാളിനോടും നിങ്ങൾ ചോദിച്ചാൽ ഇതേ കാര്യം പറയും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞല്ല. എങ്ങനെ കൃപാവരങ്ങൾ നിലച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ ഉദ്ധരിക്കുന്ന കഥയാണ്. പത്രോസ് ഒരു ദ്രുതഗതിക്കാരനാണ്. പെട്ടെന്ന് ഇതെല്ലാടെ കണ്ടപ്പോഴേക്ക് പത്രോസ് എന്ത് ചെയ്തു? ഇത് അന്ത്യകാലമാകുന്നു, യോവേൽ കോട്ട് ചെയ്യാണ്, യോവേൽ പ്രവചനം കോട്ട് ചെയ്യാണ്. പക്ഷെ ഞങ്ങൾക്കവിടെ കൃത്യതയാർന്ന വ്യാഖ്യാനമുണ്ട്. ഇത് അന്ത്യകാലമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ഏത് കാലമാണ്? നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്നത് ഈ അന്ത്യകാലം ഇപ്പോഴാണ്. അല്ല, അന്ത്യകാലം അന്ന് തുടങ്ങിയതാണ്. സഭ തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ യേശു വരുന്നവരെയുള്ള കാലം അന്ത്യകാലം. അന്ന് മുതൽ യേശു വരുന്നവരെയുള്ള കാലം അന്ത്യകാലം. ഇത് ലോങ് ഡ്യൂറേഷൻ നമുക്ക് തോന്നുന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ പറയുമോ, പ്രിയമുള്ളവരെ ഇത് അന്ത്യകാലമാകുന്നു എന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ത്യകാലമാകുന്നു. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവങ്ങൾ ചർച്ചിൽ ഉണ്ടാകേണ്ട ചില അനിവാര്യ സന്ദർഭവും സാഹചര്യവും ഒക്കെ ഉണ്ടാകും. അവിടെ അധികം ചെയ്യുന്നത്. കാരണം എല്ലാ കൃപാവരങ്ങളും ദൈവം ആരെയും ഏൽപ്പിച്ചില്ല. അത് പലരും ചോദിക്കുന്നുണ്ടോ, എല്ലാവരും പ്രവചിക്കുന്നുവോ, എല്ലാവരും അന്യഭാഷ പറയുന്നു, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ, ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ. പക്ഷെ ഇവിടെ ഓർക്കുക, എപ്പോഴും അനിവാര്യതയുള്ളിടത്താണ് ദൈവം ഇത്തരം കൃപകൾ കൊടുക്കുന്നത്, ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ അടുത്തൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പ്രീയും പോസ്റ്റും ഒന്ന് സൂചിപ്പിച്ചല്ലോ. ആവശ്യമില്ലാത്തൊരു കാര്യം, അങ്ങോട്ട് നമ്മുടെ ചർച്ച വഴിതിരിഞ്ഞു പോയാൽ വലിയ പ്രയാസമാകും. പ്രയാസമാകുന്നല്ല, ഞാൻ അങ്ങോട്ട് അത്തരം കേസ് പിടിക്കാറില്ല. എനിക്ക് ടോപ്പിക്കിൻ്റെ ഉള്ളിൽ നിൽക്കണം. അങ്ങനൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം തെറിക്കാൻ നമ്മൾ വശപ്പെട്ട് തരാറില്ല. ഞാൻ ഒരു മാധ്യമ പ്രവർത്തനമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഈ ഇൻ്റർവ്യൂ നടത്തിയ ആളിനെ തെറ്റിക്കാനൊക്കെ നമ്മളും പഠിച്ചിട്ടുണ്ട്. ആ വഴിയൊന്നും നമ്മൾ പെട്ടെന്ന് പോവില്ല. ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന പണിയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ട്. അപ്പം പറയാത്ത ചോദ്യം പറയിപ്പിക്കാനും ഒക്കെ ഉള്ള ഇതുണ്ട്. എൻ്റെ പ്രീയും പോസ്റ്റും വെച്ചിട്ട് ഞാനിത് കൃത്യമായിട്ട്, ഞാൻ പ്രീയൊന്നും അല്ല, പോസ്റ്റും അല്ല, മിഡും അല്ല. ഞാൻ വിളിക്കുന്നത് പ്രീ റാത്ത് തിയറിയാണ്. അത് പറയാൻ പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. എന്തിനാ പേടിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാൻ. ഇന്ത്യ മഹാരാജ്യത്ത് ആർട്ടിക്കിൾ 14 ഇന്ത്യൻ ഭരണഘടന, ഒരു ബുദ്ധിമുട്ടില്ല. ഇന്ത്യൻ പൗരന് പറയാം. അതിനിപ്പോൾ എനിക്കെതിരായി ബന്ധുക്കൂസുകാരൻ കേസെടുക്കാനൊന്നുമില്ല, ആരും എടുക്കാനുമില്ല. അതിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ ഒളിച്ച് കളിക്കുന്നില്ലല്ലോ. എനിക്ക് പറയാനുള്ള ഫ്രാങ്കായിട്ട് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ തൽക്കാലം അത് വിടാം. ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ 90% യോജിപ്പ്. ഒറ്റ കണ്ണനേ ഉള്ളൂ, ഒറ്റ കണ്ണനം, ചെറിയ കണ്ണനം. ഇത് നമ്മൾ ഒത്തിരി യോജിക്കുന്ന ഒരു ദിവസമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ കണ്ണനം. അദ്ദേഹം പറഞ്ഞ് കൊരിന്തിലെ പ്രശ്നം പറഞ്ഞു, മറ്റ് റോമിലെ പ്രശ്നം പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞ് അവിടെ കൊണ്ട് നിർത്തി. അവിടെ നിൽക്കട്ടെ. പക്ഷെ ഒരു കാര്യം, ചിലത് നിലച്ചുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെയാണ് ഞങ്ങളുടെ ഖണ്ഡനം. സഭയ്ക്ക് കർത്താവ് ആദ്യം കൊടുത്തത് ഒന്നും തിരിച്ചെടുത്തിട്ടില്ല. നിങ്ങൾ തന്നെ ഇത് പറയരുത്. കാരണം ദാനം കൊടുത്തത് തിരിച്ചെടുക്കില്ലെന്ന് നാഴിക്ക് 40 തൊട്ടും പറയുന്ന കക്ഷികളെ, ദൈവം ദാനമായി കൊടുത്തതേ തിരിച്ചെടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് രക്ഷയുടെ ഭദ്രത പറയുന്ന സഹോദരന്മാർ പറയാം, അതങ്ങ് എടുത്തെന്ന്, അങ്ങ് പിൻവലിച്ചെന്ന്. നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത്? ചുരുക്കി പറഞ്ഞാൽ സാറ് പറഞ്ഞ, ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ പറഞ്ഞ 90% കാര്യത്തോട് പൂർണ്ണ യോജിപ്പ്. അത് ബിബ്ലിക്കൽ. ലാസ്റ്റ് പറഞ്ഞ കാര്യം നോൺ ബിബ്ലിക്കൽ, അട്ടർ നോൺസെൻസ്. യു ക്ലാരിഫൈ വാട്ട് യു സെഡ് ആൻഡ് കം ബാക്ക് ടു ഗോഡ്സ് വേർഡ്. ദാറ്റ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു മൈ friend Rajesh Katakada and also for all brother and members. Thank you. That's all I can say.
ഇനി ഒരു 5 മിനിറ്റിന് ഉണ്ടായിരുന്നു. സാരമില്ല. ഓക്കെ, നമ്മളെ സമയമല്ലല്ലോ പ്രതിവാദത്തിന് അവസരം ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ആദ്യത്തെ 20 മിനിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ 20 മിനിറ്റിനുള്ള പ്രതിവാദമാണ് പറഞ്ഞത്. ഇപ്പോൾ അന്നേരം ബ്രദർ രാജേഷ് കാടകട പറയേണ്ടത് ആദ്യത്തെ 20 മിനിറ്റിനുള്ള പ്രതിവാദമാണ്. 15 മിനിറ്റാണ്. അതിനായി ക്ഷണിക്കുന്നു. സ്റ്റാർട്ട്. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ എൻ്റെ 20 മിനിറ്റ് പ്രബന്ധത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞു. ഞാനിവിടെ കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ KV സൈമൺ സാർ അവരുടെ പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ES തോമസ് അവർകൾ എന്തു പറഞ്ഞു എന്നോ ബഹുമാനപ്പെട്ട അനിൽ കൊടുത്തോട്ടം പാസ്റ്ററെടുത്ത് 7 വട്ടം ഡിബേറ്റ് നടത്തിയ ആൾക്കാർ എന്തു പറഞ്ഞു എന്നോ പറയാൻ വന്ന ആളല്ല. ഞാൻ വന്നത് വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയാനാണ്. പക്ഷെ അദ്ദേഹം വന്ന് സംസാരിച്ച കേട്ടപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹം വന്നത് KVSൽ നിന്ന് പറയാനും ESൽ നിന്ന് പറയാനും 7 വട്ടം ഡിബേറ്റ് നടത്തിയ ആളിൽ നിന്ന് പറയാനാണ്. അത് പറയാൻ വേണ്ടി വന്ന ആളല്ല ഞാൻ വിശുദ്ധ ബൈബിളിൽ നിന്ന് പറയാൻ വേണ്ടി വന്ന ആളാണ്. ഞാൻ ബൈബിൾ മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചത്. പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ വേണ്ട, അദ്ദേഹം എനിക്ക് തന്നാൽ മതി. ഞാൻ വീട്ടിൽ ഇരുന്ന് അത് വായിച്ചെങ്കിൽ മനസ്സിലാക്കും. വേർപാട് ചരിത്രം എൻ്റെ കയ്യിലുണ്ട്, ബ്രദറുകാർ എഴുതിയ പുസ്തകമുണ്ട്. അത് വായിച്ച് കേൾക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചങ്ങനാശ്ശേരി വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വീട്ടിൽ ഇരുന്നാൽ മതി. അദ്ദേഹം ഇന്ന ബ്രദറുകാർ പറഞ്ഞ സഭാചരിത്രത്തെയോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ വേണ്ടി വന്ന ആളല്ല. ഞാൻ കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വന്ന ആളാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ആധികാരിക രേഖ വിശുദ്ധ ബൈബിളാണ്. അതാണ് ഞാൻ അംഗീകരിക്കുന്നത്. ഞാൻ ബൈബിളിൽ നിന്ന് പറയാൻ വന്നു, ബൈബിളാണ് എൻ്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ ഇവിടെ വന്നപ്പോൾ പെന്തക്കോസുകാരുടെ അടിസ്ഥാന ദൈവശാസ്ത്രം ചാക്കോസാർ എഴുതിയതോ അല്ലെങ്കിൽ മറ്റ് K. എബ്രഹാം എഴുതിയ പുസ്തകമൊന്നും കൊണ്ടൊന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ബൈബിളിൽ നിന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റേതായ ഒരു മാന്യത എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്, ഞാൻ ഓർപ്പിക്കുകയാണ്, എൻ്റെ വിയോജിപ്പുകൾ അറിയിക്കുകയാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുള്ളതുപോലെ എനിക്കുമുണ്ട്. അതുകൊണ്ട് എനിക്കും അതെന്ത് ചെയ്യാം, വിനിയോഗിക്കാം. കർത്താവിൻ്റെ വരവ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു, അദ്ദേഹം പ്രീറാത്താണ് വിശ്വസിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പ്രീറാത്ത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഭൂരിഭാഗം പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ വക്താവായി നിന്നെങ്ങനെ പറയാൻ കഴിയും എന്ന് ഞാൻ ചോദിച്ചത്. കാരണം അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ ചർച്ചയുടെ വിഷയമല്ല എന്നാണ്. ഇത് ചർച്ചയുടെ വിഷയമാണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ നോക്കുന്നത്. ഞാൻ അങ്ങനെ വ്യതിചലിക്കുന്ന ആളല്ല. ESൻ്റെ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ജോഷി അവരുടെ അഭിപ്രായം പറയാനോ വന്ന ആളല്ല. എനിക്ക് ബൈബിളാണ് അധികാരം. അദ്ദേഹം പറഞ്ഞത് കർത്താവിൻ്റെ വരവ് ഇതിലല്ല. അദ്ദേഹം പറയുന്നത് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വരവ് പറഞ്ഞത് ആരാ? ഞാനല്ല പറഞ്ഞത്, അദ്ദേഹമാണ് പറഞ്ഞത് കർത്താവിൻ്റെ വരവ്. അതുകൊണ്ടാണ് ഞാൻ കർത്താവിൻ്റെ വരവിലേക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രീറാത്ത് തിയറിയാണ് വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞു പ്രീ ട്രിബുലേഷൻ റാപ്പർ വിശ്വസിക്കുന്ന ഭൂരിഭാഗം പെന്തക്കോസ്തുകാരുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അവരുടെ ആശയപ്രകാരം വന്നാൽ ഈ മഹാപീഠത്തിലെ 2 സാക്ഷികൾ പ്രവചിക്കുന്ന എവിടെ കൊണ്ട് വയ്ക്കുമെന്ന് ചോദിക്കാൻ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട മോഡറേറ്റർ പറഞ്ഞു അദ്ദേഹം പെന്തക്കോസ്ത് സമൂഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ വരാൻ നിർബന്ധിതനായിത്തീർന്നത്. പിന്നെ ജോസ് മൂലൻ, അദ്ദേഹം ഒരു ബ്രദറൻ സഭക്കാരനാണ്, പോസ്റ്റ് ട്രിബുലേഷൻ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ സഭയെ ചെന്ന് ചോദിക്കണം അദ്ദേഹത്തിന് സഭ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന്. അദ്ദേഹത്തിൻ്റെ സഭയെ ചെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാം. ഇന്നും അദ്ദേഹത്തിന് ആ സഭയിൽ ആ ഉപദേശം പഠിപ്പിക്കാൻ പറ്റത്തില്ല. പുസ്തകം എഴുതി അദ്ദേഹം വിറ്റുകൊണ്ട് നടക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ ഒരു ഉപദേശം പഠിപ്പിച്ചാൽ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഞങ്ങളുടെ സഭയിൽ പ്രീ ട്രിബുലേഷൻ റാപ്ചറാണ് ഭൂരിഭാഗം വിശ്വസിക്കുന്നത്. ഒറ്റപ്പെട്ട ആരെങ്കിലും പറഞ്ഞാൽ സഭയിൽ നിന്ന് അവരിൽ നിന്ന് കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട്. അത് ജോസ് മൂലനും അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വാഷു പറഞ്ഞ ആളുടെ പേര് മേഘാരുടനെ പൗലോസ് സുലിയനും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരെയും മുഖം നോക്കിയല്ല നമ്മുടെ സഭയുടെ പ്രമാണങ്ങൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഒറ്റപ്പെട്ട സംഭവമാണ്. അദ്ദേഹം പെന്തക്കോസ്ത് പ്രസ്ഥാനത്തെ മൊത്തത്തെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വന്നത്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. കാരണം അദ്ദേഹം ഇത് ക്രിസ്തുവിൻ്റെ വരവെന്ന് പറഞ്ഞത് കൊണ്ടാണ് പ്രീ ട്രിബുലേഷൻ റാപ്ചർ വിശ്വസിക്കുന്നവർ കോൺട്രഡിക്ഷൻ ആവും.
കാരണം അവർ പറയുന്ന സഭ മഹാപീഠത്തിന് മുമ്പ് എടുക്കപ്പെടും. അപ്പോൾ ഈ രണ്ട് സാക്ഷികൾ എവിടെ കൊണ്ട് നിർത്തും? രണ്ട് മഹാപീഠനത്തിന് ഒടുവിലെടുക്കപ്പെട്ടാലും സക്കറിയ പ്രവാചകന്റെ പുസ്തകം പറയുന്ന പ്രകാരം അന്ത്യനാളിൽ യേശുക്രിസ്തു വരുമ്പോൾ, ആത്മാവിനെ പകരുമ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന് പറയുന്ന വചനം എവിടെ കൊണ്ടുവയ്ക്കും? അത് പറയേണ്ടി വന്നത് അദ്ദേഹം 1 കൊരിന്ത്യർ 1:7 വ്യാഖ്യാനിച്ചത് കൊണ്ടാണ്. വ്യാഖ്യാനിച്ചില്ല, അദ്ദേഹം പിന്നീട് പറയും, സ്കിപ്പ് ചെയ്യാൻ നോക്കിയതായിരിക്കാം, പക്ഷെ എനിക്ക് പറഞ്ഞേ പറ്റൂ, കാരണം അദ്ദേഹത്തിൻ്റെ പൂർണ്ണത അതാണ്. ഇനി 2, ദൈവദാസൻ പറഞ്ഞത്, ഞാൻ കൃപാവരങ്ങൾ സഭയുടെ അടിസ്ഥാനത്തെ ഉറപ്പിച്ച്, സഭയെ ഉറപ്പിച്ചത് കൃപാവരത്തിൽ നിന്നല്ല പറഞ്ഞത്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ രക്ഷയെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് കൃപാവരങ്ങൾ നൽകിയത്. അപ്പോസ്തലന്മാർ തങ്ങളുടെ സന്ദേശം അറിയിക്കുമ്പോൾ ആ സന്ദേശത്തെ ഉറപ്പിക്കുവാൻ ദൈവം അടയാളവരങ്ങൾ കൊടുത്തു. അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും. അടയാളവരങ്ങൾ ബൈബിളിലെ പ്രയോഗമാണ്, എൻ്റെ കണ്ടുപിടുത്തമല്ല. 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ പറയുന്നത് അന്യഭാഷ അടയാളമായിരിക്കുന്നത്. അത് അടയാളവരല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും വരം എന്ന് പറയാൻ പറ്റൂ? ഇപ്പോൾ ബൈബിളിൽ തന്നെ അടയാളവരം എന്ന പ്രയോഗമുണ്ട്. 2, എബ്രായലേഖനം 2 അധ്യായത്തിൽ ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും. അപ്പോൾ അടയാളവരം ഇല്ലയോ? ഉണ്ട്, അടയാളവരങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് നാം കാണുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്പോസ്തലന്മാരുടെ ആധികാരികത ഉറപ്പിക്കുകയും ദൈവവചനത്തിൻ്റെ ആധികാരികത ഉറപ്പിച്ച് അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് നടത്താൻ വേണ്ടിയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്ന ഭൂരിഭാഗം അടയാളങ്ങളുടെ ലക്ഷ്യം. ഉദാഹരണം പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതിയ അപ്പോസ്തല പ്രവൃത്തി 3 അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ആ ദേവാലയത്തിൻ്റെ അവിടെ ഇരിക്കുന്ന മുടന്തനായ മനുഷ്യനെ സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കിയപ്പോൾ അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ വരങ്ങൾ ചെയ്തത്. അത് കഴിയുമ്പോൾ കാണുന്നത് അവിടെ വലിയൊരു കൂട്ടം ആൾക്കാർ, 5000-ഓളം പേർ വിശ്വസിച്ചു, സഭയോട് ചേർന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അടയാള വരങ്ങൾക്ക് വ്യക്തമായ ഉദ്ദേശം ദൈവവചനത്തിൽ നൽകിയിട്ടുണ്ട്. അടയാള വരങ്ങൾ ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അന്യഭാഷ അടയാളമായിരിക്കുന്നത് എന്ന് 1 കൊരിന്ത്യർ 14 അധ്യായത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവിനെ കൊണ്ടുവന്നിട്ട് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയതല്ല, അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായത് അതെന്ന് പറയുന്നത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് പൂർണ്ണമായത് ദൈവവചനം എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ അവതരിപ്പിച്ച പ്രമേയത്തിൽ 90% കാര്യങ്ങളോട് അദ്ദേഹം യോജിക്കുന്നു എന്നാണ്. എന്നാൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധത്തിലെ കുറേ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല. ശതമാന കണക്കൊന്നും എനിക്ക് കൂട്ടാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ഈ 90 എന്ന് പറഞ്ഞുള്ള എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഒന്ന്, രോഗശാന്തിയുടെ വരമാണ്. രോഗശാന്തിയുടെ വരം ഇന്നുണ്ട്. സഭ കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നത് സഭയ്ക്കാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നത് സഭയ്ക്ക് പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച് സഭ ഉൽപ്രാവണം ചെയ്യുന്ന സമയം വരെ കൊടുത്തിരിക്കുന്നതാണ് ഈ കൃപാവരങ്ങൾ. ശരി തന്നെയാണ്. അദ്ദേഹം ചോദിച്ചു, പൂർണ്ണതയുള്ള ഒരു സഭ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകളുടെ കൂട്ടത്തിൽ കുറ്റം ആരോപിക്കാത്ത സഭയുണ്ട്. അത് വായിച്ചെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്യത്തില്ല. കൊരിന്ത സഭയ്ക്ക് കുറ്റമുണ്ട്, എഫെസ സഭയ്ക്ക് കുറ്റമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ കുറ്റം പറയാത്ത സഭ എവിടെയുണ്ട്? അപ്പോൾ നമ്മൾ പറയാണ്, പൂർണ്ണതയുള്ള ഒരു സഭയില്ലെന്ന് പറഞ്ഞാൽ ദൈവം വച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും അറ്റൈൻ ചെയ്യാത്തൊരു സ്റ്റാൻഡേർഡാണ് ദൈവം വച്ചിരിക്കുന്നത്. കൃപയാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പിന്നെ മറ്റൊരു കാര്യം, എഫെസ്യത്തിൽ വായിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ പ്രധാനപ്പെട്ട ജോലി തൻ്റെ സഭയെ ശുദ്ധയും നിർമ്മലയും ആയിക്ക് എന്ത് ചെയ്യാം? പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തുക. അത് ക്രിസ്തുവിൻ്റെ ജോലിയാണ്. കർത്താവ് പറയുന്നത്, സഭയെ നിർമ്മല കന്യകയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാണ്. എ പ്യുവർ വെർജിൻ എന്നാണ് പറയുന്നത്. അത് ദൈവം കൃപയാൽ നമ്മളെ ആത്മീയ ജീവിതത്തിൽ സഹായിക്കുന്ന ഒരു വലിയ തലമാണ്. അത് ഇവിടുത്തെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൃപാവരങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നതാണ്, ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു കൂട്ടം ആൾക്കാർ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കൃപാവരങ്ങളെല്ലാം തള്ളിക്കളയുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എൻ്റെ സഭയിലൊരു കാര്യം പറയാൻ വേണ്ടി പോവുക. 1 വർഷമായിട്ട് RCCയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് പോയ ഞങ്ങളുടെ സഭയിലെ ഒരു സൗകര്യമാണ്.
സ്റ്റേജ് 3 ആണ്. ഡോക്ടർ പറഞ്ഞു ഒരു പ്രതീക്ഷയില്ല. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വന്നപ്പോൾ ഇനി നിങ്ങൾ മെഡിക്കേഷൻ എടുക്കേണ്ട, 6 മാസം കഴിയുമ്പോൾ ചെക്കപ്പ് ചെയ്യാൻ വന്നാൽ മതി. കഴിഞ്ഞ ഞായറാഴ്ച സഹോദരി വന്ന് സാക്ഷ്യം പറഞ്ഞു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നില്ലെന്ന് നമ്മൾ പറയുന്നില്ല. നീതിമാന്മാരുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. എന്നാൽ പ്രത്യേകമായ കൃപാവരമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സുഖമായിട്ടുണ്ട്, പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയാൽ കൃപാവരത്തിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം എന്ത് ചെയ്തു? സൗഖ്യം നൽകി. കൃപാവരങ്ങളുള്ള ആൾക്കാരുടെ പ്രവൃത്തിയെക്കുറിച്ച് അപ്പോസ്തലന്മാർ അദ്ദേഹം ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് മുടന്തനായ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹം വിശ്വാസത്താൽ സൗഖ്യമാകാൻ വേണ്ടി കൈനീട്ടിയ ആളല്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്തെങ്കിലും തരാൻ വേണ്ടി പറഞ്ഞപ്പോൾ പത്രോസ് പറയാണ്, പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കൽ ഇല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അതാണ് ഈ അത്ഭുത അടയാളം. അവൻ ചോദിക്കാതെ അവന് വേണ്ടി പത്രോസ് അവിടെ പ്രാർത്ഥിച്ചതുപോലും രേഖപ്പെടുത്തി. പക്ഷേ ഹൃദയത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് കാണാം. പക്ഷേ അദ്ദേഹത്തിന് സൗഖ്യം കൊടുത്തു. അത് പിറവിയിലെ മുടന്തനായ മനുഷ്യനാണ്. അതുപോലെ പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പത്രോസ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതവും അപ്പോസ്തലന്മാർ ചെയ്ത അത്ഭുതവും വ്യത്യാസമുണ്ട്. യേശുക്രിസ്തു 5 അപ്പത്തെ വാഴ്ത്തി 5000 പേർക്ക് കൊടുത്തു. ഗലീല കടൽ മീതെ നടന്നു. കർത്താവിൻ്റെ വാക്കിൻ്റെ മേൽ പത്രോസ് നടന്നു, അത് വേറെ കാര്യം. പിന്നെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഇത്യാദി പ്രവർത്തികളൊന്നും അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ല. എന്നാൽ ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ജന്മന മുടന്തനായ ആൾക്കാരെ പത്രോസ് സൗഖ്യമാക്കിയിട്ടുണ്ട്, മരിച്ചവരെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുക, ഇതെല്ലാം ഈ വീര്യപ്രവർത്തികളുടെ വരത്തിൽപ്പെട്ടതാണ്. ആ തരത്തിലുള്ള വരങ്ങൾ ഇന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ബഹുമാനനായ അനിൽ കുരുത്തോട്ടം പാസ്റ്ററുടെ വ്യാഖ്യാന പ്രകാരം 1 കൊരിന്ത്യർ 1:7 നിങ്ങൾ സകല കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ദ ഇമിനന്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ആണ്. കൊരിന്ത് സഭയോട് പറയുകയാണ്, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു എന്നാണ്. അല്ലാതെ മനുഷ്യന്റെ കോപമൊക്കെ കഴിഞ്ഞ് വരാന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് വിഷയം വേറെ. ഇത് തൊട്ട് കഴിഞ്ഞാൽ എല്ലാ വിഷയത്തിലേക്കും പോകും. ബൈബിളാണ്, അതുകൊണ്ട് ഞാൻ അത് പരാമർശിക്കുന്നില്ല. എന്നാൽ എൻ്റെ ചോദ്യം 1 കൊരിന്ത്യർ 1:7 പറയുന്നത് കൊരിന്ത് എന്ന് പറയുന്ന പ്രാദേശിക സഭയാണ്. കൊരിന്ത് എന്ന് പറയുന്ന പ്രാദേശിക സഭ, അവർ കൃപാവരങ്ങളിൽ കുറവില്ലാത്തവരായി കർത്താവിന് വേണ്ടി കാത്തിരുന്നവരാണ് എന്ന് പറയുന്നത്. ഈ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്ന കൃപാവരങ്ങൾ ആണെന്ന് സ്ഥാപിക്കുവാൻ പാസ്റ്റർക്ക് കഴിയില്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കരിസ്മ എന്ന് പറയുന്ന ഒരു വാക്കാണ്. അത് ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വരും. ഞാൻ എഴുതി വെച്ചതനുസരിച്ചാണെങ്കിൽ 16-ലധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കാണുന്ന റോമർ 5:15-16 കൃപാവരത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് പാപക്ഷമയോട് ബന്ധപ്പെട്ടാണ്. റോമർ 6:23 കൃപാവരം എന്ന് പറയുന്ന നിത്യജീവനെ കാണിക്കുന്നു. ഇതെല്ലാം കരിസ്മ എന്ന് പറയുന്ന വാക്കാണ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത്. 1 കൊരിന്ത്യർ 7 നിങ്ങൾ സകല കൃപാവരത്തിലും കുറവില്ലാത്തവരെന്ന് പറയുമ്പോൾ ഈ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പറയുന്ന, റോമാലേഖത്തിൽ പറയുന്നതും എഫെസ്യ ലേഖനത്തിൽ പറയുന്ന കൃപാവരങ്ങൾ ന്യൂമാക്കറ്റോസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നൽകപ്പെടുന്ന കൃപാവരമെന്ന് ഏതടിസ്ഥാനത്തിൽ മേൽ സ്ഥാപിക്കും? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കരിസ്മയാണ്. അത് ദൈവത്തിൻ്റെ സകല ദാനത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഭാഷാപരമായി അത് കൃപാപരമാണെന്ന് സ്ഥാപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് അത് അടിസ്ഥാനരഹിതമായ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അത് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായത് പൂർണ്ണമായത് കർത്താവിൻ്റെ വരവെന്നാണ് പറയുന്നത്. എനിക്ക് സമയം എത്ര ഉണ്ടെന്ന് അറിയാം. എത്രയുണ്ട് പക്ഷേ 2 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ പൂർണ്ണമായത് കർത്താവിൻ്റെ വരവെന്നാണ്. ഈ പൂർണ്ണമായത് കർത്താവിൻ്റെ വരവെന്ന് പറയുമ്പോൾ ഒരുപാട് പൂർണ്ണതയുണ്ട്. എനിക്ക് അറിയേണ്ട കാര്യം, കർത്താവിൻ്റെ വരവാണോ പൂർണ്ണത, സഭയാണോ പൂർണ്ണത, അതോ വിശുദ്ധന്മാരുടെ രൂപാന്തരമാണോ പൂർണ്ണത? പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തേങ്ങ എടുത്ത് പറയും പോലെയാണ്. തേങ്ങ എന്ന് പറഞ്ഞാൽ തൊണ്ടാണോ, തേങ്ങയ്ക്ക് അകത്തിരിക്കുന്നതാണോ, അതോ എന്താണ്? എനിക്കത് മനസ്സിലാവുന്നത്. പൂർണ്ണമായത് വരുമ്പോഴാണ്, അത് വരണം. ആ വരുന്ന ഈ പൂർണ്ണത എന്താണ്? അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പൂർണ്ണത ഒരുപാടുണ്ടെന്നാണ് പറയുന്നത്. പൂർണ്ണത എല്ലാം ദൈവവചനം പൂർണ്ണമാണ്, എല്ലാം പൂർണ്ണമാണ്. ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും പൂർണ്ണമാണ്. ദൈവം അപൂർണ്ണമായിട്ടൊന്നും ചെയ്യാറില്ല. ദൈവം പൂർണ്ണനായതുകൊണ്ട് ദൈവത്തിൻ്റെ സകല പൂർത്തിയിലും പ്രവൃത്തിയിലും ആ പൂർണ്ണതയുണ്ട്. അതല്ല എൻ്റെ വിഷയം. പൂർണ്ണമായത് വരുമ്പോഴെന്ന് പറയുമ്പോൾ ആ പൂർണ്ണത എന്താണ്? അത് സഭയുടെ അംഗസംഖ്യ ചെയ്യേണ്ട പൂർണ്ണത എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല.
അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവാണെങ്കിൽ അതാണെന്ന് പറയണം, ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തു എന്ന് പറയണം, സഭയാണെങ്കിൽ സഭ എന്ന് പറയണം. ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഒരു പൂർണ്ണത അവിടെ പറയാൻ പറ്റത്തില്ല. കാരണം പൂർണ്ണമായത് വരുമ്പോൾ, സഭയാണെങ്കിൽ പറയണത് പൂർണ്ണമായി തീരുമ്പോൾ എന്ന് പറയണം. കാരണം പെന്തക്കോസ്ത് നാളിൽ പണി തുടങ്ങി, രൂപാന്തരം വരുമ്പോഴാണ് തീരുന്നത്. അപ്പോൾ സഭ പൂർണ്ണമായി തീരുമ്പോൾ എന്ന് പറയണം. ഇത് പൂർണ്ണമായത് എന്ത് ചെയ്യുമ്പം? വരുമ്പോഴാണ്. ഈ വരുന്ന പൂർണ്ണതയാണ് എനിക്കറിയേണ്ടത്. അതെന്തെന്ന് അദ്ദേഹം വിശദീകരിക്കണം. നമ്മൾ 3 പ്രതിവാദമാണുള്ളത്. അതിൽ ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു. ഇനി 2 പ്രതിവാദമാണുള്ളത്.